ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഫോക്കസ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബിസിനസ് ലോയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എപ്പോഴെങ്കിലും ഒരു ആക്ട് ഫോം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്? എപ്പോഴാണ് ഒരു ആക്ടിൻ്റെ ആവശ്യം വരുന്നത്? ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ മോട്ടോർ വെഹിക്കിൾസ് ആക്ട്. എല്ലാ ആളുകളും കൃത്യമായിട്ട് കറക്റ്റായ രീതിയിൽ വണ്ടി ഓടിക്കുന്നു, എങ്ങും അപകടങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ എല്ലാവരും നമ്മൾ സിഗ്നൽ ലൈറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് പാലിക്കുന്നു, വെള്ളം ഒഴിച്ചിട്ട് അതായത് മദ്യപിച്ചിട്ട് ആരും വണ്ടി ഓടിക്കുന്നില്ല. അങ്ങനെയുള്ള കേസിലൊക്കെ എല്ലാവരും എല്ലാ കാര്യങ്ങളും 100% ജെന്യുവിനായിട്ട് 100% സത്യസന്ധമായിട്ടാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് റൂൾസിൻ്റെയോ ആക്ടിൻ്റെയോ ഒന്നും ആവശ്യം വരുന്നില്ല. പക്ഷേ നമ്മളുടെ സൊസൈറ്റിയിൽ നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നോക്കുവാണെങ്കിൽ എല്ലാവരും അങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത്? അല്ല. ആളുകൾ മദ്യപിച്ച് വണ്ടി ഓടിക്കും, സിഗ്നൽ ലൈറ്റ് തെറ്റിച്ചു പോകും, ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കും, അങ്ങനെ പല കാര്യങ്ങളും ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ ആളുകൾ തെറ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് പല പ്രോബ്ലംസ് ഉണ്ടാകുന്നു. ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്നു, ആളുകൾ മരിക്കുന്നു, അല്ലെങ്കിൽ പബ്ലിക് പ്രോപ്പർട്ടീസ് നശിക്കുന്നു. സോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ എങ്ങനെയാണ് കാണുന്നത്? അതിന് നമ്മൾ എന്തെങ്കിലും നിയമങ്ങൾ കൊണ്ടുവരും, എന്തെങ്കിലും റൂൾസ് കൊണ്ടുവരും. ആ റൂൾസ്, അതിന് ഒരു കാര്യത്തിന് നമ്മൾ പല റൂൾസ് കൊണ്ടുവരും. ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾസിനെ സംബന്ധിച്ചാണെങ്കിൽ അതിൻ്റെ പല റൂൾസ് വരും. ആ റൂൾസ് എല്ലാം കൂടെ നമ്മളൊരു റൂൾ ബുക്ക് ആക്കും. ആ റൂൾ ബുക്ക് പാർലമെൻറ്റിൽ പാസ്സാകുമ്പോഴാണ് അതൊരു ആക്ട് ആവുന്നത്. നമ്മളുടെ ബിസിനസ് ആൻഡ് കൊമേഴ്സിൻ്റെ കേസിലും നമ്മൾ ട്രേഡ് റിലേറ്റഡ് അല്ലെങ്കിൽ കൊമേഴ്സ് റിലേറ്റഡ് പല പ്രോബ്ലംസ് നമ്മൾക്ക് ബിസിനസ്സിൽ വരുന്നുണ്ട്. അത് ബിസിനസ്സിലും നമ്മളായിട്ട് ഡീൽ ചെയ്യുന്ന പല ആളുകൾ എല്ലാവരും ആയിരിക്കില്ല ഡീൽ ചെയ്യുന്നത്. നമ്മൾ പല ടേംസ് ആൻഡ് കണ്ടീഷൻസ് സംസാരിക്കും, പക്ഷേ പിന്നെ ആളുകൾ അത് തെറ്റിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽക്കാമെന്ന് പറയും, പിന്നെ അത് വിൽക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും ക്രെഡിറ്റിൽ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നു, അവർ പിന്നെ അതിൻ്റെ പേയ്മെൻറ്റ് കറക്റ്റായിട്ട് തരുന്നില്ല. സോ അങ്ങനെ ബിസിനസ്സിൽ ട്രേഡും കൊമേഴ്സായിട്ട് റിലേറ്റ് ചെയ്തും ഇതുപോലെ ധാരാളം പ്രോബ്ലംസും ഫ്രോഡും ചീറ്റിങ്ങും എല്ലാം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണ്ടേ? അതിന് സൊല്യൂഷനായിട്ട് നമ്മൾ കുറേ റൂൾസ് ഉണ്ടാക്കും. ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാവുള്ളൂ, അങ്ങനെയുള്ള രീതിയിൽ കുറേ റൂൾസ് നമ്മൾ ഫോം ചെയ്യും. ഈ റൂൾസ് എല്ലാം ഒത്തിരി റൂൾസ് വരുമ്പോൾ അതൊരു റൂൾ ബുക്കായിട്ട് വരും. ഈ റൂൾ ബുക്ക് നമ്മൾ പാർലമെൻറ്റിൽ പാസ്സാക്കി കഴിയുമ്പോഴാണ് അതൊരു ആക്ട് ആവുന്നത്. സോ അങ്ങനെ നമ്മൾ ബിസിനസ്സിനെ അല്ലെങ്കിൽ ട്രേഡ് ആൻഡ് കൊമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ആക്ടാണ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. അതിൻ്റെ ഇയർ നോക്കിയാൽ നിങ്ങൾക്കറിയാം, 1872 ആണ്. 1872 നമ്മൾ ഭരിച്ചുകൊണ്ടിരുന്നവരാണ് ബ്രിട്ടീഷുകാരാണ്. സോ ബ്രിട്ടീഷ് പീപ്പിളാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഉണ്ടാക്കിയത്. ആദ്യം അവർ കോൺട്രാക്ട് ആക്ട് ഉണ്ടാക്കിയപ്പോൾ അത് കുറച്ച് ബിഗ് സൈസ് ആയിരുന്നു. അതായത് അതിൽ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. നമ്മളുടെ സെയിൽ ഓഫ് ഗുഡ്സ് ആയിട്ട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ, പാർട്ട്ണർഷിപ്പായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ, എല്ലാത്തിൻ്റെയും റൂൾസ് ഇതിൽ തന്നെയാണ് വന്നിരുന്നത്. നമ്മൾ 1930 സെയിൽ ഓഫ് ഗുഡ്സ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എടുത്തിട്ട് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഒരു ആക്ട് നമ്മൾ ഉണ്ടാക്കി. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഫോം ചെയ്തപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെയിൽ ഓഫ് ഗുഡ്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത ടേംസ് എല്ലാം റിപ്പീൽ ചെയ്തുകൊണ്ട് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 നിലവിൽ വന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോഴത്തെ കാര്യമൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഡീൽ ചെയ്യുന്ന എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലാണ്. ഇനി പാർട്ട്ണർഷിപ്പായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളും നമ്മളുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ ഉണ്ടായിരുന്നു. ആ 1872 ഫോം ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നു. നമ്മൾ 1932 പാർട്ട്ണർഷിപ്പായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നമ്മൾ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ഫോം ചെയ്തു. അത് കൂടാതെയുള്ള ബാക്കി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൂടെ ആഡ് ചെയ്ത് പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ഫോം ചെയ്ത്. അപ്പോൾ അതായത് 1932 പാർട്ട്ണർഷിപ്പ് ആക്ട് നിലവിൽ വന്നപ്പോൾ നമ്മളുടെ പഴയ ആക്ടിലെ കാര്യങ്ങൾ റിപ്പീൽ ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 പറ്റിയാണ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എവിടേക്കാണ് ആപ്ലിക്കബിൾ ആകുന്നത്? നമ്മളുടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സിലും ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആപ്ലിക്കബിൾ ആണ്. നേരത്തെ ജമ്മു ആൻഡ് കാശ്മീർ എക്സ്ക്ലൂഡഡ് ആയിരുന്നു. ജമ്മു ആൻഡ് കാശ്മീരിൽ ഇത് ആപ്ലിക്കബിൾ ആയിരുന്നില്ല. ബട്ട് ആർട്ടിക്കിൾ 370 റിവോക്ക് ചെയ്തപ്പോൾ ഇപ്പോൾ അത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഇന്ത്യയിലെ എല്ലായിടത്തും ഒരേപോലെ ബാധകമാണ്. ഇനി ഈ ആക്ട് ഇനാക്ട് ചെയ്തത്
ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്. അത് ആരുടെ ആയിരുന്നു? 1872 ബ്രിട്ടീഷേഴ്സാണ് ഭരിച്ചിരുന്നത്. സോ അവർ ഫോം ചെയ്ത കൗൺസിലാണ്, അവരുടെ കൗൺസിലാണ് ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം എന്താ? നിയമപരമായിട്ടുള്ളത്. സോ അവർ ഇമ്പീരിയൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മുകളിൽ നിൽക്കുന്ന, ടോപ്പിൽ നിൽക്കുന്ന അങ്ങനെയൊക്കെ ഒരു മീനിങ് വരുന്നതാണ്. പ്രയോറിറ്റി അങ്ങനെയുള്ള മീനിങ് ഒക്കെ വരുന്നതാണ്. സോ ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അവരുടെ ഒരു കൗൺസിലാണ്. അവരാണ് നമ്മളുടെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ഇനാക്ട് ചെയ്തത്. അത് ഇനാക്ട് ചെയ്ത ടൈം എന്ന് പറഞ്ഞാൽ 25 ഏപ്രിൽ 1872 ആണ്. പക്ഷേ അത് ആപ്ലിക്കബിൾ ആയത്, എക്സിസ്റ്റൻസിൽ വന്നത് 1 സെപ്റ്റംബർ 1872 തൊട്ടാണ്. സോ അതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 പറയുമ്പോൾ അത് ആപ്ലിക്കബിൾ ആയ ടൈം അല്ലെങ്കിൽ ഡേറ്റ് നമ്മൾ പറയുമ്പോൾ 1 സെപ്റ്റംബർ 1872 ആണ്. പക്ഷേ അത് ഇനാക്ട് ചെയ്തത് 25 ഏപ്രിൽ 1872 ഇത് ഇംഗ്ലീഷ് കോമൺ ലോയുടെ ബേസിസിലാണ് ഈ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ആദ്യം അവരുണ്ടാക്കിയത്. കാരണം അവർ ബ്രിട്ടീഷേഴ്സാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അവരുടെ ലോയുടെ ബേസിൽ, ഇംഗ്ലീഷ് കോമൺ ലോയുടെ ബേസിലാണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ആദ്യം ഫോം ചെയ്തത്. അത് കഴിഞ്ഞ് ഇൻഡിപെൻഡൻസിനൊക്കെ ശേഷം നമ്മളത് അഡോപ്റ്റ് ചെയ്യുമായിരുന്നു. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് മെയിനായിട്ട് അതിലുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കോൺട്രാക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അതിൻ്റെ റൂൾസ് അതെല്ലാമാണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൽ ഉള്ളത്. അതിൽ സെക്ഷൻ 1 തൊട്ട് സെക്ഷൻ 75 വരെയുള്ളതിൽ ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് വരുന്നത്. അതായത് നോർമലി എല്ലാ കോൺട്രാക്റ്റിനും ആപ്ലിക്കബിൾ ആവുന്ന ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് സെക്ഷൻ 1 ടു സെക്ഷൻ 75 വരെ വരുന്നത്. സെക്ഷൻ 124 ടു 238 വരെ വരുന്നത് സ്പെഷ്യൽ കൈൻഡ്സ് ഓഫ് കോൺട്രാക്റ്റ് ഉണ്ട്. ഇപ്പോൾ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി അങ്ങനെയുള്ള സ്പെഷ്യൽ കൈൻഡ് ഓഫ് കോൺട്രാക്റ്റിൽ വരുന്ന ആപ്ലിക്കബിളായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് സെക്ഷൻ 124 ടു 238 വരെ വരുന്നത്. ബട്ട് 1 ടു 75 വരെയുള്ള സെക്ഷൻസിൽ എല്ലാ കോൺട്രാക്റ്റിനും ആപ്ലിക്കബിളായ ജനറൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. സെക്ഷൻ 2 ക്ലോസ് H ഡിഫൈൻ ചെയ്യുന്നതനുസരിച്ച് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ ബൈ ലോ. അത്രയേ ഉള്ളൂ. സിമ്പിൾ സെൻറ്റൻസ് ആണ്, ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ ബൈ ലോ. പക്ഷെ അത് കേൾക്കുന്ന പോലെ അത്ര സിമ്പിളല്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ എഗ്രിമെൻ്റ് എന്താണെന്ന് മനസ്സിലാക്കണം, പിന്നെ എൻഫോഴ്സബിൾ ബൈ ലോ. ആ രണ്ട് ടേംസ് കൂടി ചേർന്നാണ് നമ്മളുടെ കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ നമ്മൾക്ക് ആദ്യം എഗ്രിമെൻ്റ് എന്താണെന്ന് നോക്കാം. എഗ്രിമെൻ്റ് എന്താണെന്ന് വെച്ചാൽ, എഗ്രിമെൻ്റ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമ്മൾക്ക് പ്രോമിസ് എന്താണെന്ന് നോക്കാം. സെക്ഷൻ 2 ക്ലോസ് B ഡിഫൈൻ ചെയ്യുന്നത് when a person to whom the proposal is made signifies his assent thereto, the proposal is said to be accepted. A proposal when accepted becomes a promise. അതായത് ഒരാൾ മറ്റൊരാളുടെ അടുത്ത് എന്തെങ്കിലും ഒരു പ്രപ്പോസൽ വയ്ക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നു, എൻ്റെ കയ്യിലൊരു ബുക്കുണ്ട്, ആ ബുക്കിന് 500 റുപ്പീസാണ്, ഞാൻ 500 റുപ്പീസിന് നിങ്ങൾക്ക് തരാം, നിങ്ങളത് മേടിക്കാൻ റെഡിയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നു, ആ ശരി, ഞങ്ങൾ മേടിക്കാൻ റെഡിയാണ്, എനിക്ക് തന്നേക്ക്, ഞാൻ മേടിച്ചോളാം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ്, ഞാനൊരു പ്രപ്പോസൽ വെച്ചു, നിങ്ങൾ നിങ്ങളുടെ അസെൻറ്റ് തിരിച്ച് രേഖപ്പെടുത്തി. അസെൻറ്റ് മീൻസ് കൺസെൻറ്റ്, നിങ്ങൾക്കത് മേടിക്കാൻ റെഡിയാണ്, ആ കാര്യം പ്രപ്പോസൽ വെച്ചത് എന്താണോ അത് ചെയ്യാൻ നിങ്ങൾ റെഡിയാണ്, നിങ്ങൾ സമ്മതിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഒരു പ്രപ്പോസൽ വെച്ചു, അതിനൊരു അക്സെപ്റ്റൻസും വന്നു, അതിനെ നമ്മൾ എന്ത് പറയും? പ്രോമിസ് എന്ന് പറയും. ഇനി എവറി പ്രോമിസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിംഗ് ദ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ഈസ് ആൻ എഗ്രിമെൻറ്റ്. നമ്മളുടെ ഇങ്ങനെയുള്ള പ്രോമിസ്, ഒരു പ്രോമിസോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രോമിസസോ എന്തെങ്കിലും കൺസിഡറേഷൻ ഉള്ളത് തന്നെയാണ് നമ്മൾ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ സംതിങ് ഇൻ റിട്ടേൺ. അതായത് രണ്ട് പാർട്ടീസ് തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് വയ്ക്കുവാണെങ്കിൽ രണ്ട് പേർക്കും എന്തെങ്കിലും സംതിങ് ഇൻ റിട്ടേൺ കിട്ടണം. ഇപ്പം നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ബുക്ക് മേടിക്കാമെന്ന് സമ്മതിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ ട്രാൻസാക്ഷൻ നടക്കുവാണെങ്കിൽ, നമ്മളിപ്പോൾ എൻ്റെ ബുക്ക് നിങ്ങൾക്ക് സെല്ല് ചെയ്യാമെന്ന് പറഞ്ഞു, നിങ്ങളത് മേടിച്ചോളാമെന്ന് പറഞ്ഞു, 500 റുപ്പീസ് നമ്മൾ എഗ്രി ചെയ്തു. ആ ബുക്ക് നിങ്ങൾ മേടിക്കുവാണെങ്കിൽ എനിക്ക് 500 റുപ്പീസ് കിട്ടും, നിങ്ങൾ 500 രൂപ എനിക്ക് പേ ചെയ്യും, നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ബുക്ക് കിട്ടും. സോ രണ്ട് പാർട്ടീസിനും, ആ എഗ്രിമെൻറ്റിൽ വരുന്ന രണ്ട് പാർട്ടീസിനും എന്തെങ്കിലും ഐറ്റംസ് ഇൻ റിട്ടേൺ കിട്ടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഡെഫിനിഷനിൽ ഒരു പാർട്ട് നമ്മൾ പഠിച്ചു. ഇനി സെക്കൻഡ് പാർട്ടിൽ എന്താ പറഞ്ഞത്? എഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ ബൈ ലോ എന്നാണ് പറഞ്ഞത്. അതായത് എൻഫോഴ്സബിൾ ബൈ ലോ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നിയമപരമായിട്ട് നടത്തിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അതായത് ഇപ്പോൾ നമ്മളുടെ ഈ എഗ്രിമെൻറ്റിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു പാർട്ടി ആ ഇതിൽ നിന്ന് പിന്മാറുവാണ്. ആദ്യം നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ബുക്ക് മേടിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചു, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പറയുവാണ് അല്ലെങ്കിൽ എനിക്ക് ബുക്ക് വേണ്ട,
അപ്പം അങ്ങനെ ഒരാൾ പിന്മാറുവാണെങ്കിൽ നമ്മൾക്ക് നിയമത്തിൻ്റെ സഹായത്തോടെ, നിയമത്തിൻ്റെ പിൻബലത്തോടെ നമുക്ക് അയാളെ ഫോഴ്സ് ചെയ്യാൻ പറ്റുമോ? അയാളെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ച് ആ കാര്യം നടത്തിയെടുപ്പിക്കാൻ പറ്റുമോ? അതിനെയാണ് നമ്മൾ എൻഫോഴ്സിബിൾ ബൈ ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ എഗ്രിമെൻറ്റും നമ്മൾക്ക് എൻഫോഴ്സിബിൾ ലോ ആയിരിക്കില്ല. അപ്പം നമ്മളുടെ എഗ്രിമെൻറ്റ് നമ്മൾക്ക് നിയമപരമായി നിയമത്തിൻ്റെ സഹായത്തോടെ നടത്തിയെടുക്കാൻ പറ്റുന്ന, നിയമത്തിൻ്റെ സഹായത്തോടെ നമ്മൾക്ക് മറ്റേയാളെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെയാണ്, അങ്ങനെയുള്ള എഗ്രിമെൻറ്റ്സിനെയാണ് നമ്മൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്താ മനസ്സിലായത്? ഒരു കോൺട്രാക്റ്റിൽ മെയിനായിട്ട് അതിന് ഒരു എഗ്രിമെൻറ്റിന് മെയിനായിട്ട് 2 ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. ഫസ്റ്റ് വൺ, പ്ലൂറാലിറ്റി ഓഫ് പേഴ്സൺസ്. അതായത് ഒരു എഗ്രിമെൻറ്റിൽ ഒന്നിലധികം ആളുകൾ ഉണ്ടായിരിക്കും. മിനിമം 2 അല്ലെങ്കിൽ അതിന് മേളിൽ ആളുകൾ. കാരണം ഒരാൾക്ക് അയാളോട് തന്നെ എഗ്രിമെൻറ്റ് വെക്കാൻ പറ്റില്ലല്ലോ. ഞാനിപ്പോൾ എൻ്റെ പ്രോപ്പർട്ടി എനിക്ക് തന്നെ വിൽക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. സോ അതുകൊണ്ട് നമ്മളുടെ എഗ്രിമെൻറ്റിൽ എപ്പോഴും പ്ലൂറാലിറ്റി ഓഫ് പേഴ്സൺസ് ഉണ്ടാവും. അതായത് 2ഓ അതിലധികമോ ആളുകൾ ഉണ്ടായിരിക്കും. ഇനി സെക്കൻഡ് വൺ, കൺസെൻസസ് ആറ്റ് ഇഡം. അതായത് 2 പേരും ഒരേ മനസ്സോടെ ആയിരിക്കണം ഈ കാര്യങ്ങൾ സമ്മതിക്കേണ്ടത്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സാമ്പിൾ, എനിക്ക് 3 കാർ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ബ്ലാക്കും ഒരു വൈറ്റും ഒരു റെഡും, 3 കാറുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നു, ഞാനൊരു കാറ് വിൽക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ മേടിക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ബ്ലാക്ക് കളർ കാറ് വിൽക്കുന്നതിനെ പറ്റിയാണ്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടം എൻ്റെ വൈറ്റ് കളർ കാറാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു വൈറ്റ് കളർ കാറാണ് വിൽക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വൈറ്റ് കളറാണെന്ന് വിചാരിച്ച് നിങ്ങൾ പറയുന്നു, ആ ശരി ഞാൻ വാങ്ങിച്ചോളാം. അപ്പോൾ ഇവിടെ മനസ്സുകൾ, അതായത് ആ മൈൻഡ് തമ്മിൽ ഒരു എഗ്രി ചെയ്യുന്നില്ല. ഞാൻ ഉദ്ദേശിച്ച കാര്യമല്ല നിങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. നമ്മളുടെ എഗ്രിമെൻറ്റിൽ 2 പേരും ഒരേ കാര്യം ഒരേ രീതിയിൽ എഗ്രി ചെയ്യണം ഒരേ സമയത്ത്. ഇപ്പം ഞാൻ ഇന്ന് ഇത് വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓക്കെ ഞാൻ ഇന്ന് മേടിച്ചോളാം. അങ്ങനെ ഒരേ സമയത്ത് നടക്കാനുള്ള കാര്യവും, പിന്നെ നമ്മളുടെ മനസ്സുകൾ തമ്മിൽ എന്ത് കാര്യമാണോ നമ്മൾ എഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്യുന്നത് അത് ഒരേപോലെ ആയിരിക്കണം 2 പാർട്ടീസും എഗ്രി ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ കൺസെൻസസ് ആറ്റ് ഇഡം എന്ന് പറയുന്നത്. ആ സബ്ജക്റ്റ് മാറ്റർ സെയിം സെൻസിൽ തന്നെ 2 പേരും എഗ്രി ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെ വന്നാൽ എന്താവും? അതൊരു വാലിഡ് എഗ്രിമെൻ്റ് ആവും. ഇനി ഒരു എഗ്രിമെൻറ്റ് നമ്മൾക്ക് കോൺട്രാക്റ്റ് ആവണമെങ്കിൽ എന്ത് വേണം? ആ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ആയിരിക്കണം. അതായത് അതിലൊരു ലീഗൽ ഒബ്ലിഗേഷൻ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. എന്തെങ്കിലും കാരണം കൊണ്ട് മറ്റേ ആളത് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾക്ക് നിയമത്തിൻ്റെ സഹായത്തോടെ അയാളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ പറ്റണം. അതാണ് നമ്മൾ ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത്, എൻഫോഴ്സിബിൾ ബൈ ലോ എന്ന് പറഞ്ഞു വരുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾക്കതൊരു കോൺട്രാക്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. സോ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് കുറച്ചൊരു വൈഡർ ടേമാണ്. കാരണം എഗ്രിമെൻറ്റിൽ പല ടൈപ്പ് എഗ്രിമെൻറ്റ്സ് വരുന്നുണ്ട്. പക്ഷേ എല്ലാ ടൈപ്പ് എഗ്രിമെൻറ്റ്സും നമുക്ക് കോൺട്രാക്റ്റ് എന്ന് പറയാൻ സാധിക്കില്ല. അതിനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഹസ്ബൻഡും വൈഫും, ഇപ്പോൾ ഹസ്ബൻഡ് വൈഫിൻ്റെ അടുത്ത് പറയുന്നു, ഇന്ന് വൈകിട്ട് വരുമ്പോഴത്തേക്കും നിനക്ക് ഞാൻ സാരി വാങ്ങിച്ചുകൊണ്ട് വരാം. അതൊരു പ്രപ്പോസലാണ്. ഓക്കെ, വൈഫ് അത് എഗ്രി ചെയ്യുന്നു, ശരി ഞാൻ സമ്മതിച്ചു. അപ്പോൾ 2 പേരും ഒരാൾ ഓഫർ കൊടുത്തു, മറ്റേ ആളത് അക്സെപ്റ്റ് ചെയ്തു. എഗ്രിമെൻ്റ് ആയില്ലേ? എഗ്രിമെൻ്റ് ആയി. പക്ഷേ വൈകിട്ട് വരുമ്പോഴേക്കും ഹസ്ബൻഡ് സാരി വാങ്ങിച്ചുകൊണ്ട് വരാൻ മറന്നു പോകുന്നു. വൈഫിന് ഹസ്ബൻഡിനെതിരെ കോടതിയിൽ പരാതി കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ഡൊമസ്റ്റിക് എഗ്രിമെൻ്റ് ആണ്. ഒരു വീട് നന്നായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി, അല്ലെങ്കിൽ ഭാര്യയുടെയും മക്കളുടെയും കാര്യത്തിലൊക്കെ ഡൊമസ്റ്റിക് എഗ്രിമെൻറ്റ്സ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ പല ഡൊമസ്റ്റിക് എഗ്രിമെൻറ്റ്സ് വരാറുണ്ട്. ആ ഡൊമസ്റ്റിക് എഗ്രിമെൻറ്റ്സ് എന്തെങ്കിലും ചെയ്തില്ല എന്ന് പറഞ്ഞ് വൈഫിന് ഹസ്ബൻഡിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഹസ്ബൻഡിന് വൈഫിൻ്റെ പേരിലോ പരാതി കൊടുക്കാൻ സാധിക്കില്ല. കാരണം അങ്ങനെ ഒരു റൂൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളുടെ നാട്ടിൽ ഓൾമോസ്റ്റ് എല്ലാ ഹസ്ബൻഡും കോടതി കയറി ഇറങ്ങി നടന്നേനെ. കാരണം അവരെപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രോമിസസ് കൊടുക്കും, അവരത് മറന്നുപോകും. സോ കൂടുതൽ പേരും അങ്ങനെ ആയിരുന്നേനെ. കൂടുതൽ ഭാര്യമാർ ഈ കേസ് കൊടുക്കാൻ വേണ്ടി അഡ്വക്കേറ്റിനെയും കോടതിയിലും ഒക്കെ ആയിട്ട് ഭാര്യമാർ നടക്കേണ്ടി വന്നേനെ. സോ അങ്ങനെ പറ്റില്ല. അത് ഡൊമസ്റ്റിക് എഗ്രിമെൻ്റ് ആണ്. ഡൊമസ്റ്റിക് എഗ്രിമെൻറ്റ്സ് നമ്മൾക്ക് എൻഫോഴ്സിബിൾ ബൈ ലോ അല്ല. അതുകൊണ്ട് തന്നെ അത് കോൺട്രാക്റ്റ് ആവില്ല, ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആവില്ല. ഇനി വേറൊരു കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിക്കുന്നു, നമുക്കിന്ന് വൈകിട്ട് ചായ കുടിക്കാൻ പോവാം, ഞാൻ നിങ്ങൾക്കൊരു 5 സ്റ്റാർ ഡിന്നർ ഓഫർ ചെയ്യുന്നു, അപ്പോൾ നമ്മൾക്കെന്നാൽ പോയാലോ? അപ്പോൾ ഫ്രണ്ട് പറയുന്ന ശരി ഓക്കെ. അപ്പോൾ അവർ കുറച്ച് എന്താ കഴിക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിക്കുന്നു. നേരത്തെ ഓർഡർ ചെയ്ത് വയ്ക്കാനാണ്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറയുന്നു കുറേ ഐറ്റംസ് പറഞ്ഞു തരുന്നു. കാരണം നമ്മൾ ഫ്രീ ആയിട്ട് ഫുഡ് ഓഫർ ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറേ ഐറ്റംസ് എന്തായാലും ഫ്രണ്ട്സ് പറയുമല്ലോ.
അപ്പം അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ പറഞ്ഞ് ഞാൻ ആ ഐറ്റമൊക്കെ ഒരു ഹോട്ടലിൽ ഓർഡർ ചെയ്തു, ഒരു 5 സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ ഓർഡർ ചെയ്തു. പക്ഷേ അന്ന് വൈകിട്ട് കഴിക്കാൻ വേണ്ടി ഫ്രണ്ട് വന്നില്ല. ഫ്രണ്ടിന് വേറെ എന്തോ തിരക്കായിപ്പോയി. അപ്പോൾ ഓഫീസ് മീറ്റിംഗ് ഒക്കെ ആയിട്ട് മറന്നുപോയി വന്നില്ല. അപ്പോൾ എനിക്ക് ഫ്രണ്ടിനെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ? കാരണം ഞാൻ ആ ഹോട്ടലിൽ ബുക്ക് ചെയ്തു, ഫുഡൊക്കെ പറഞ്ഞ് എല്ലാം ചെയ്തു. അപ്പോൾ ഞാനതിൻ്റെ എമൗണ്ട് എന്തായാലും പേ ചെയ്ത് കഴിഞ്ഞു. അഡ്വാൻസ് ആയിട്ട് ഞാൻ എമൗണ്ട് പേ ചെയ്തിരുന്നു. അല്ലെങ്കിൽ ഞാൻ ആ എമൗണ്ട് എന്തായാലും അവർക്ക് പേ ചെയ്യണം. സോ എനിക്ക് നഷ്ടം വന്നു. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് ആ എമൗണ്ട് എനിക്ക് പേ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്കതിൻ്റെ എമൗണ്ട് തിരിച്ച് കിട്ടണം, നഷ്ടപരിഹാരം കിട്ടണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കേസ് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം അത് സോഷ്യൽ നേച്ചറിൽ വരുന്ന ഒരു എഗ്രിമെൻ്റാണ്. സോഷ്യൽ നേച്ചറിൽ വരുന്ന എഗ്രിമെൻറ്റും നമ്മൾക്ക് എൻഫോഴ്സബിൾ ബൈ ലോ അല്ല. സോ അതും കോൺട്രാക്റ്റിൻ്റെ പരിധിയിൽ വരുന്നില്ല. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ദേവാലയം, അമ്പലമോ പള്ളിയോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിൻ്റെ പണി നടക്കുന്നു. അപ്പോൾ ഒരാൾ അതിൽ കൂടെ പോകുമ്പോൾ മിസ്റ്റർ എ എന്ന് വയ്ക്കാം. മിസ്റ്റർ എ എടുത്ത് ആ ദേവാലയത്തിലെ ആൾ പറഞ്ഞു ഇവിടെ പണി നടക്കുവാണ്, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യാമോ, പൈസ എന്തെങ്കിലും തരാമോ എന്ന് ചോദിക്കുന്നു. മിസ്റ്റർ എ പറയുന്നു ഓക്കെ, ഞാനൊരു 5000 റുപ്പീസ് എൻ്റെ വക ഞാൻ 5000 റുപ്പീസ് തന്നേക്കാം, നിങ്ങൾ വൈകിട്ട് വീട്ടിലേക്ക് പോര്, ഞാൻ 5000 തരാമെന്ന് പറയുന്നു. വൈകിട്ട് ഇയാൾ വീട്ടിൽ ചെല്ലുമ്പോൾ മിസ്റ്റർ എ പറയുന്നു ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല നിങ്ങളെ, ഞാൻ നിങ്ങളുടെ അടുത്ത് പൈസ തരാമെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? പൈസ കൊടുക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടല്ലേ എനിക്ക് നിങ്ങളറിയില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. ആ കേസിൽ ഈ ചെന്ന ആൾക്ക് മിസ്റ്റർ എക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ? അതും പറ്റില്ല. കാരണം അത് റിലീജിയസ് നേച്ചർ അല്ലെങ്കിൽ സോഷ്യൽ നേച്ചറിൽ വരുന്ന ഒരു എഗ്രിമെൻ്റാണ്. അങ്ങനെ ഒരു പ്രപ്പോസലാണ് വെച്ചത്. അതെന്തുകൊണ്ടാണ് പറ്റാത്തതെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള കേസിൽ ഇപ്പോൾ സോഷ്യൽ നേച്ചറിൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് എഗ്രിമെൻറ്റ്സിൽ ഒരാൾ എന്തെങ്കിലും കൊടുക്കാമെന്ന് പറയുന്നു, പക്ഷേ ഇൻ റിട്ടേൺ മറ്റേ ആൾക്കൊന്നും കിട്ടുന്നില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിളിൽ ഹസ്ബൻഡ് വൈഫിന് സാരി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറയുന്നു. അതിൽ വൈഫിന് സാരി കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഹസ്ബൻഡ് മേടിച്ചുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ വൈഫിന് സാരി കിട്ടും, പക്ഷേ ഇൻ റിട്ടേൺ ഹസ്ബൻഡിന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല. നമ്മളുടെ സെക്കൻഡ് എക്സാമ്പിൾ നമ്മൾ നോക്കിയ കേസിലും അതുപോലെ തന്നെ ഒരാൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ ഫ്രണ്ടിന് ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞു, ആ ഫ്രണ്ട് വന്ന് ഫുഡ് കഴിക്കുവാണെങ്കിൽ ഫ്രണ്ടിന് ഫുഡ് കിട്ടി, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയതല്ലാതെ എനിക്ക് എന്തെങ്കിലും കിട്ടിയോ? ഇല്ല. അപ്പം നമ്മൾക്ക് എല്ലാ എഗ്രിമെൻസും ബൈ ലോ വച്ച് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള റിലീജിയസ് നേച്ചറിൽ വരുന്നത് അല്ലെങ്കിൽ സോഷ്യൽ നേച്ചറിൽ വരുന്നത് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് എഗ്രിമെൻറ്റ്സ് ഒക്കെ കോൺട്രാക്റ്റ് അല്ല. അപ്പോൾ അത് മിയർ എഗ്രിമെൻറ്റ്സ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഒരു വൈഡർ ടേമാണ്. ആ എഗ്രിമെൻറ്റിൻ്റെ അകത്ത് വരുന്നൊരു ചെറിയ പാർട്ടാണ് കോൺട്രാക്റ്റ്. കാരണം എൻഫോഴ്സബിൾ ബൈ ലോ ആയിട്ടുള്ള എഗ്രിമെൻറ്റ്സ് മാത്രമേ കോൺട്രാക്റ്റ് ആവുന്നുള്ളൂ. അപ്പോൾ എഗ്രിമെൻ്റാണ് വൈഡർ ടേം, കോൺട്രാക്റ്റ് അതിൻ്റെ അകത്ത് വരുന്ന ചെറിയൊരു പാർട്ടാണ്. അത് നിങ്ങൾക്ക് തെറ്റിപ്പോരുത്. കാരണം കോൺട്രാക്റ്റ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും കോൺട്രാക്റ്റ് ആണ്, അത് ആക്റ്റൊക്കെ ഉള്ളത്, ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റൊക്കെ വരുന്നതുകൊണ്ട് കോൺട്രാക്റ്റ് ആണ് ഒരു വൈഡർ ടേം. എഗ്രിമെൻ്റ് അതിൻ്റെ അകത്തുള്ള ചെറുതാണെന്ന് നിങ്ങൾ തിരിഞ്ഞു പോകരുത്. എഗ്രിമെൻറ്റിൽ വരുന്ന പല എഗ്രിമെൻറ്റ്സും നമ്മൾക്ക് കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എഗ്രിമെൻ്റ് ആണ് വൈഡർ ടേം, കോൺട്രാക്റ്റ് അതിനകത്ത് വരുന്നൊരു പാർട്ട് മാത്രമാണ്. നമ്മളുടെ സോഷ്യൽ എഗ്രിമെൻറ്റ്സ്, ഡൊമസ്റ്റിക് എഗ്രിമെൻറ്റ്സ് ഒന്നും നമ്മൾ പറഞ്ഞു അത് കോൺട്രാക്റ്റ് ആവില്ല. അപ്പോൾ കോൺട്രാക്റ്റ് ആവുന്ന എഗ്രിമെൻറ്റ്സ് എന്താണ്? നമ്മളുടെ ബിസിനസ് എഗ്രിമെൻറ്റ്സ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ എഗ്രിമെൻറ്റ്സ്. കൊമേഴ്ഷ്യൽ നേച്ചർ വരുന്ന എഗ്രിമെൻറ്റ്സിലാണ് നമ്മൾ ഇത് കോൺട്രാക്റ്റ് ആവുന്നത്. കാരണം അതിലൊരു പ്രിസംഷൻ ഉണ്ട്. നോർമലി ഈ ബിസിനസ് എഗ്രിമെൻറ്റ്സ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ എഗ്രിമെൻറ്റ്സിൽ എന്താ നമ്മൾ പ്രിസ്യൂം ചെയ്യുന്നതെന്ന് വെച്ചാൽ, മറ്റേ പാർട്ടി, അതായത് നമ്മളുടെ എതിരെയുള്ള പാർട്ടി, ഇപ്പോൾ എയും ബിയും കൂടാണ് എഗ്രിമെൻറ്റ് വയ്ക്കുന്നതെങ്കിൽ നമ്മളുടെ കൂടെ എഗ്രിമെൻറ്റ് വെച്ച പാർട്ടി എന്തെങ്കിലും കാരണം കൊണ്ട് ആ എഗ്രിമെൻറ്റ് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ അയാൾക്കെതിരെ ലീഗൽ ആക്ഷൻ എടുക്കും. അപ്പോൾ ലീഗൽ ആക്ഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എഗ്രിമെൻറ്റ്സ് ആണ് ബിസിനസ് എഗ്രിമെൻറ്റ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എഗ്രിമെൻറ്റ്സ്. എന്തെങ്കിലും കാരണം കൊണ്ട് ആ എഗ്രിമെൻറ്റിൽ കൃത്യമായിട്ട് അങ്ങനെ അല്ല എന്ന് പറയുന്നത് വരെ അങ്ങനെയുള്ള എഗ്രിമെൻറ്റ്സ് നമ്മൾക്ക് ലീഗൽ ആക്ഷൻ എടുക്കുന്ന അങ്ങനെയുള്ള രീതിയിലുള്ള എഗ്രിമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ ലീഗൽ റിലേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന എഗ്രിമെൻറ്റ്സ് ആണെന്ന് നമ്മൾ പ്രിസ്യൂം ചെയ്യുവാണ്. ഇനി നമ്മുടെ സോഷ്യൽ എഗ്രിമെൻറ്റ്സ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് എഗ്രിമെൻറ്റ്സിൽ നമ്മൾ പ്രിസ്യൂം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, മറ്റേ പാർട്ടിക്ക് ലീഗൽ റിലേഷൻ നമ്മൾക്ക് അതിനെതിരെ ലീഗൽ റിലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലീഗൽ കോൺസിക്വൻസസ് അതിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള പ്രിസംഷൻ കൊണ്ട് നമ്മൾ ഡൊമസ്റ്റിക് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ സോഷ്യൽ നേച്ചറിലുള്ള എഗ്രിമെൻറ്റ്സ് എല്ലാം കോൺട്രാക്റ്റ് അല്ല, മിയർ എഗ്രിമെൻറ്റ്സ് മാത്രമാണ്.
എക്സാമ്പിൾസ് നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു, 2-3 എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ഇനി വേറെ 1-2 എക്സാമ്പിളും കൂടി നോക്കാം. ഇപ്പോൾ മിസ്റ്റർ എ മിസ്റ്റർ ബിക്ക് സ്വന്തം കാറ് സെല്ല് ചെയ്യാമെന്ന് പറയുന്നു. ഓക്കെ, നമ്മളിത് കൊമേഴ്ഷ്യൽ എഗ്രിമെൻറ്റ്സിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. മിസ്റ്റർ എ പറയുന്നു മിസ്റ്റർ ബി അടുത്ത് എൻ്റെ കാർ ഞാൻ സെല്ല് ചെയ്യുന്നുണ്ട്, 2 lakhs rupees-നാണ് സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് വാങ്ങിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. മിസ്റ്റർ ബി പറയുന്നു ഓക്കെ ശരി, ഞാൻ വാങ്ങിക്കാൻ റെഡിയാണ്, 2 lakhs rupees-ന് വാങ്ങിക്കാൻ ഞാൻ റെഡിയാണ്. അത് ഒരു കൊമേഴ്ഷ്യൽ എഗ്രിമെൻ്റ് ആണ്. സോ അത് ലീഗലി എൻഫോഴ്സബിൾ ബൈ ലോ ആണ്. അതുകൊണ്ട് തന്നെ അതൊരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഫാദർ മകൻ്റെ അടുത്ത് പറയുന്നു നിനക്ക് ഞാൻ 1000 രൂപ പോക്കറ്റ് മണി തരാം, നാളെ രാവിലെ ഞാൻ നിനക്ക് 1000 rupees പോക്കറ്റ് മണി തരാം. ഓക്കെ, പിറ്റേ ദിവസം രാവിലെ മോൻ ചെന്ന് അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ മോൻ ആലോചിക്കുന്നു ഓക്കെ 1000 rupees പോക്കറ്റ് മണി കിട്ടും, അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം, കുറേ പ്ലാനൊക്കെ ഇടുന്നു, ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോവാം, ഫിലിമിന് പോവാമെന്നൊക്കെ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ മോൻ ചെന്ന് അച്ഛൻ്റെ അടുത്ത് പോക്കറ്റ് മണി ചോദിക്കുമ്പോൾ അച്ഛൻ പറയുകയാണ് ഞാൻ പൈസ ഒന്നും തരുന്നില്ല, ഞാൻ വെറുതെ പറഞ്ഞാണ്, ഞാൻ തരുന്നില്ല, അല്ലെങ്കിൽ എനിക്കിപ്പോൾ തരാൻ മനസ്സില്ല എന്ന് അച്ഛൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. ഈ മോന് അച്ഛനെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് സോഷ്യൽ എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ അത് അങ്ങനെ ഒരു കേസും കൊണ്ട് കോടതിയിൽ ചെന്നാൽ കോടതി എന്ത് പറയും? ഇത് ഒരു വാലിഡ് കോൺട്രാക്റ്റ് അല്ല, ഇതൊരു സോഷ്യൽ എഗ്രിമെൻ്റ് ആണ്, ഇതിൽ എൻഫോഴ്സബിലിറ്റി ബൈ ലോ എന്നൊരു പോയിന്റ് വരുന്നില്ല. സോ അതുകൊണ്ട് ഇത് കോൺട്രാക്റ്റായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി നമ്മൾ ഇപ്പോൾ ഇതിൽ നിന്ന് പഠിച്ചത് നമ്മൾക്ക് എഗ്രിമെൻറ്റും കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്തു. ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. നമ്മളുടെ എഗ്രിമെൻറ്റ്സ് ഓഫറും അക്സെപ്റ്റൻസും വന്നാൽ നമ്മൾക്കത് എഗ്രിമെൻ്റ് ആവും. പക്ഷേ എഗ്രിമെൻറ്റിൻ്റെ കൂടെ ലീഗൽ എൻഫോഴ്സിബിലിറ്റിയും കൂടെ വന്നാലേ ഉള്ളൂ അത് കോൺട്രാക്റ്റ് ആവുള്ളൂ. ഇനി സെക്കൻഡ് പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മളുടെ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് കുറച്ച് വൈഡർ ടേമാണ്. അതിൽ ലീഗൽ എഗ്രിമെൻറ്റ്സ് അല്ലെങ്കിൽ സോഷ്യൽ എഗ്രിമെൻറ്റ്സ്, ഡൊമസ്റ്റിക് എഗ്രിമെൻറ്റ്സ് അതെല്ലാം എഗ്രിമെൻറ്റിൽ വരും. പക്ഷേ കോൺട്രാക്റ്റിൽ എന്താ വരുന്നത്? നമ്മളുടെ ലീഗലി എൻഫോഴ്സബിൾ ബൈ ലോ ആയിട്ടുള്ള എഗ്രിമെൻറ്റ്സ് മാത്രമേ കോൺട്രാക്റ്റിൽ വരുള്ളൂ. സോ അത് എഗ്രിമെൻറ്റിൻ്റെ അത്രയും വൈഡർ ടേം അല്ല, കുറച്ചും കൂടെ നാരോ ടേമാണ്. ഇനി ലീഗൽ ഒബ്ലിഗേഷൻ്റെ ബേസിസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, എഗ്രിമെൻറ്റിൽ 2 പാർട്ടികൾക്കും ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടണമെന്നില്ല എല്ലാ കേസിലും. ചില സമയത്ത് ചില എഗ്രിമെൻറ്റ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാം, പക്ഷേ ചില എഗ്രിമെൻറ്റ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല 2 പാർട്ടിക്കും. പക്ഷേ കോൺട്രാക്റ്റിൻ്റെ കേസിൽ ഉറപ്പായിട്ടും 2 പാർട്ടിക്കും ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ട്. അവർക്ക് അവർ വിൽക്കാമെന്ന് എന്തെങ്കിലും ഒരു സാധനം വിൽക്കാമെന്ന് പറഞ്ഞതാണെങ്കിൽ ആ വിൽക്കാമെന്ന് പറഞ്ഞ ആൾ ആ സാധനം വിൽക്കാൻ തയ്യാറാവണം, അല്ലെങ്കിൽ അയാൾ അതിന് ബാധ്യസ്ഥനാണ്. അത് ഇത്ര രൂപ കൊടുത്ത് മേടിക്കാമെന്ന് പറഞ്ഞ ആൾ അതിനും ബാധ്യസ്ഥരാണ്. സോ അതാണ് ലീഗൽ ഒബ്ലിഗേഷൻ്റെ പോയിന്റിൽ നമ്മൾ എഗ്രിമെൻറ്റും കോൺട്രാക്റ്റും കൂടെ കമ്പയർ ചെയ്യുന്നത്. ഇനി നേച്ചറിൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ എല്ലാ എഗ്രിമെൻറ്റ്സും കോൺട്രാക്ട്സ് ആണ്, പക്ഷേ എല്ലാ കോൺട്രാക്ട്സും എഗ്രിമെൻറ്റ്സ് അല്ല. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നോക്കിയായിരുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവണമെങ്കിൽ, അതായത് നിലനിൽക്കുന്ന കോൺട്രാക്റ്റ് ആവണമെങ്കിൽ, ലീഗലി എൻഫോഴ്സബിൾ ബൈ ലോ ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ളൊരു കോൺട്രാക്റ്റ് ആവണമെങ്കിൽ അതിന് എന്തൊക്കെ ഗുണങ്ങൾ വേണം, എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് വേണം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് സെക്ഷൻ 10 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ആണ് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇവർ പറഞ്ഞിരിക്കുന്നത് ഓൾ എഗ്രിമെൻറ്റ്സ് ആർ കോൺട്രാക്ട്സ് ഇഫ് ദേ ആർ മെയ്ഡ് ബൈ ദ ഫ്രീ കൺസെൻറ്റ് ഓഫ് ദ പാർട്ടീസ്. അതായത് ഒരു എഗ്രിമെൻറ്റ് വേണം, ഫ്രീ കൺസെൻറ്റ് വേണം, ദെൻ പാർട്ടീസ് കോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്ട്, പാർട്ടീസ് കോൺട്രാക്ട് ചെയ്യാൻ കോമ്പിറ്റൻ്റ് ആയിരിക്കണം. നമ്മൾ ഈ പോയിൻറ്റ്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫോർ എ ലോഫുൾ കൺസിഡറേഷൻ, അതിനെന്തെങ്കിലും ലോഫുൾ ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ വേണം. കൺസിഡറേഷൻ എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, സംതിങ് ഇൻ റിട്ടേൺ. 2 പേർക്കും എന്തെങ്കിലും സംതിങ് ഇൻ റിട്ടേൺ കിട്ടണം, അത് ലോഫുൾ ആയിരിക്കണം. ആൻഡ് വിത്ത് എ ലോഫുൾ ഒബ്ജക്റ്റ്, അതിൻ്റെ പർപ്പസ് എന്തിനാണോ അത് ചെയ്യുന്നത് അതും നിയമപരമായിരിക്കണം. ആൻഡ് ആർ നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ടു ബി വോയിഡ്, അത് ഒറ്റ നോട്ടിൽ തന്നെ ആദ്യം തന്നെ അതിൽ കൃത്യമായിട്ട് അത് നടക്കാത്ത കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ അത് തെറ്റായ ഒരു കാര്യമാണെന്ന് എക്സ്പ്രസ്ലി ഡിക്ലെയർ ചെയ്യാത്ത ഒരു കാര്യമായിരിക്കണം. ഇത്രയുമാണ് സെക്ഷൻ 10 പറയുന്ന റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ എസെൻഷ്യൽസ്. ഇത് കൂടാതെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. സെക്ഷൻ 10 അത് എടുത്ത് പറയുന്നില്ല, പക്ഷെ അതും നമ്മളുടെ കോൺട്രാക്റ്റിൽ ഇംപ്ലൈഡ് ആണ്, ഡയറക്റ്റായിട്ട് പറയുന്നില്ലെങ്കിലും. അത് നമ്മൾക്ക് എല്ലാ പോയിൻറ്റ്സും എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത്
ടു പാർട്ടീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോൺട്രാക്റ്റിൽ 2 പാർട്ടീസ് ഉണ്ടായിരിക്കണം. കാരണം ഒരാൾക്ക് അയാൾക്ക് തന്നെ എന്തെങ്കിലും സാധനം വിൽക്കാമെന്നോ അല്ലെങ്കിൽ എനിക്ക് തന്നെ ഫുഡ് വാങ്ങിച്ചു തരാമെന്നോ അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് വയ്ക്കാൻ പറ്റുമോ, ഒരു കോൺട്രാക്റ്റ് വയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കോൺട്രാക്റ്റിൽ മിനിമം 2 പാർട്ടീസ് എങ്കിലും ഉണ്ടായിരിക്കണം. 2 പാർട്ടീസോ അതിന് കൂടുതലോ ആവാം, പക്ഷേ മിനിമം 2 പാർട്ടീസ് ഉണ്ടായിരിക്കണം. അത് രണ്ടും ഇൻഡിവിജ്വൽസ് തന്നെ ആയിരിക്കണം എന്നില്ല. കമ്പനീസോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസോ അങ്ങനെ നമ്മളുടെ ഇപ്പോൾ കമ്പനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അപ്പോൾ അങ്ങനെ ആർട്ടിഫിഷ്യൽ പേഴ്സണും ആവാം, നാച്ചുറൽ പേഴ്സണും ആവാം. അല്ലാതെ എല്ലാം നാച്ചുറൽ പേഴ്സൺ തന്നെ ആവണം എന്നില്ല. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കേസ് ഉണ്ട്, സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് വേഴ്സസ് രമൻലാൽ എസ് ആൻഡ് കമ്പനി. ഈ കേസിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ സമയത്ത്, പാർട്ട്ണർഷിപ്പ് ഫേം അവർ പിരിയുന്ന സമയത്ത് ആ പാർട്ട്ണർഷിപ്പ് ഫേമിൽ കുറേ അസറ്റ്സ് ഉണ്ടായിരുന്നു. ഈ അസറ്റ്സ് അതിൻ്റെ പാർട്ട്നേഴ്സ് ഡിവൈഡ് ചെയ്തെടുത്തു. അപ്പോൾ സെയിൽസ് ടാക്സ് ഓഫീസർ ഇവരുടെ അടുത്ത് പറഞ്ഞു ഇവർ ആ ട്രാൻസാക്ഷൻ്റെ ഈ അസറ്റ്സ് ഇവരെടുത്തതിന് ടാക്സ് പേ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കേസ് കോടതിയിലെത്തി. കോടതി നോക്കിയിട്ട് പറഞ്ഞു ഇത് ഒരു സെയിലായിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. കാരണം പാർട്ട്ണർഷിപ്പിൽ എന്താണ്, പാർട്ട്നേഴ്സ് തന്നെയാണ് അതിൻ്റെ ഓണേഴ്സ്. സോ ആ ഓണേഴ്സ് തന്നെയാണ് ഇപ്പോൾ അസറ്റ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് പാർട്ട്ണർഷിപ്പിൽ ഇപ്പോൾ 3 ഓണേഴ്സ് ഉണ്ടെങ്കിൽ ആ 3 ഓണേഴ്സിൻ്റെ തന്നെയല്ലേ ഈ അസറ്റ് വരുന്നത്. അവർ 3 പേരും കൂടെ ആ അസറ്റ് തിരിച്ച് ഡിവൈഡ് ചെയ്തെടുത്തു. അതുകൊണ്ട് ഇതൊരു സെയിലായിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. കാരണം 2 പാർട്ടീസ്, നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ്, അതിൽ 2 പാർട്ടീസ് ഇല്ല. കാരണം ഓണറും ആ അസറ്റ് സെല്ല് ചെയ്യുന്ന ആളും അസറ്റ് ബൈ ചെയ്യുന്ന ആളും ഒന്നാണ്. പാർട്ട്ണർഷിപ്പ് ഫോം ഡിസൊല്യൂഷനായി. അതുകൊണ്ട് തന്നെ ഈ കേസിൽ രണ്ടും രണ്ടായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടും ഒരാളായതുകൊണ്ട് അതൊരു സെയിലായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് വിധി വന്നത്. ഇനി നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് വരുന്നത് പാർട്ടീസ് മസ്റ്റ് ഇൻറ്റെൻഡ് ടു ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ. ഇവരുടെ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ഒരു ലീഗൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ലീഗൽ റിലേഷൻ ജനറേറ്റ് ചെയ്യാവുന്ന കോൺട്രാക്റ്റ് ആയിരിക്കണം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സോഷ്യൽ എഗ്രിമെൻറ്റ്സ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് എഗ്രിമെൻറ്റ്സ്, അതൊന്നും എൻഫോഴ്സബിൾ ബൈ ലോ അല്ല. കാരണം അതൊരു ലീഗൽ ഒബ്ലിഗേഷൻ കീപ്പ് ചെയ്യുന്നില്ല. ലീഗൽ റിലേഷൻ കീപ്പ് ചെയ്യുന്നത് നമ്മളുടെ കൊമേഴ്ഷ്യൽ എഗ്രിമെൻറ്റ്സ് അല്ലെങ്കിൽ ബിസിനസ് എഗ്രിമെൻറ്റ്സിലാണ് നമ്മൾ ലീഗൽ റിലേഷൻ കീപ്പ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ ഹസ്ബൻഡ് വൈഫായിട്ടുള്ള എന്തെങ്കിലും പ്രോമിസസ്, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിനോട് ഫിലിമിന് പോകാൻ വിളിക്കുന്നു അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾക്ക് കോർട്ട് ഓഫ് ലോയിൽ എൻഫോഴ്സ് ചെയ്യിക്കാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ അത് ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആവുന്നില്ല. അതിൻ്റെ ഒരു ഫേമസ് കേസ് ഉണ്ട് ഈ പോയിന്റിൻ്റെ ബേസിൽ വന്നത്. അത് ബാൽഫർ വേഴ്സസ് ബാൽഫർ ആണ്. ആ കേസിൽ എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡ് സിലോണിൽ വർക്ക് ചെയ്യുകയാണ്, അതായത് എബ്രോഡ് പുറത്ത് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഹസ്ബൻഡ് സിലോണിൽ വർക്ക് ചെയ്തപ്പോൾ വൈഫിന് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് വൈഫ് സിലോണിൽ പോയില്ല. അപ്പോൾ ഹസ്ബൻഡ് വൈഫിന് എല്ലാ മാസവും ഇത്ര രൂപ വെച്ച് ഇത്ര എമൗണ്ട് വെച്ചിട്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞു. വൈഫിന് അവിടെ ജീവിക്കാൻ വേണ്ടിയുള്ള എമൗണ്ട് കൊടുത്തോളാം എന്നൊക്കെ എഗ്രി ചെയ്തു. അങ്ങനെ ഹസ്ബൻഡ് കുറച്ച് നാൾ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഹസ്ബൻഡ് എന്തോ മനസ്സിലായി വൈഫിൻ്റെ ആക്ഷൻസ് അത്ര ശരിയല്ല, അപ്പോൾ ഡീലിങ്സ് അത്ര ശരിയല്ല, അത്ര ലോയലായിട്ട് കീപ്പ് ചെയ്യുന്നില്ല എന്നെല്ലാം മനസ്സിലായതുകൊണ്ട് ഹസ്ബൻഡ് ആ പേയ്മെൻറ്റ് കൊടുക്കുന്നത് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. വൈഫിന് പേയ്മെൻറ്റ് കൊടുത്തില്ല. സോ വൈഫ് കോടതിയിൽ കേസിന് പോയി, എനിക്കിങ്ങനെ എമൗണ്ട് തരാമെന്ന് പറഞ്ഞിരുന്നു, ഇപ്പോൾ തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വൈഫ് കോടതിയിൽ കേസിന് പോയി. അപ്പോൾ കോടതിയിൽ നിന്ന് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊരു സോഷ്യൽ എഗ്രിമെൻ്റ് ആണ്, ഇതൊരു ലീഗൽ ഒബ്ലിഗേഷൻ ഇതിൽ ക്രിയേറ്റ് ആവുന്നില്ല, ഇതൊരു സോഷ്യൽ എഗ്രിമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊരു കോൺട്രാക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല, ലീഗൽ റിലേഷൻ ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ട്. സോ ഇതൊരു ഫേമസ് കേസാണ്. അപ്പോൾ ഇത് നമ്മളുടെ ഈ സെക്കൻഡ് പോയിന്റ് വെച്ച് വരുന്നത്, അതായത് പാർട്ടീസ് മസ്റ്റ് ഇൻറ്റെൻഡ് ടു ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ എന്നൊരു പോയിന്റ് വെച്ച് വരുന്ന കേസാണ് ബാൽഫർ വേഴ്സസ് ബാൽഫർ. ഈ 2 പോയിന്റും നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് അതർ ഫോർമാലിറ്റീസ് ടു ബി കംപ്ലൈഡ് വിത്തിൻ സർട്ടൻ കേസസ്. അതായത് ചില എഗ്രിമെൻറ്റ്സിൽ അല്ലെങ്കിൽ ചില കോൺട്രാക്ട്സിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിൽ പറയുവാണ് ഈ കോൺട്രാക്റ്റ് ആപ്ലിക്കബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഇത് വാലിഡ് ആവണമെങ്കിൽ ഇതിലെ ഓഫറും അക്സെപ്റ്റൻസ് എല്ലാം ഇൻ റൈറ്റിങ്ങിൽ തന്നെ വരണം. റൈറ്റിങ്ങിൽ ഓഫർ കൊടുക്കണം, ഇൻ റൈറ്റിങ്ങിൽ തന്നെ അതിൻ്റെ റിപ്ലൈ കിട്ടണം അല്ലെങ്കിൽ അതിൻ്റെ അക്സെപ്റ്റൻസ് കിട്ടണം. അങ്ങനെ പറയുന്ന സ്പെസിഫിക് ആയിട്ട് പറയുന്ന കേസിൽ ഇൻ റൈറ്റിംഗ് അക്സെപ്റ്റൻസ് വന്നാൽ മാത്രമേ ആ കോൺട്രാക്റ്റ് വാലിഡ് ആവുന്നുള്ളൂ. അങ്ങനെ വന്നില്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് വാലിഡ് ആവുന്നില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇൻഷുറൻസിൻ്റെ കേസിൽ റിട്ടേൺ കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻഷുറൻസ് വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുള്ളൂ.
സോ അങ്ങനെ നമ്മളുടെ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും സ്പെസിഫിക് ടേംസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുൾഫിൽ ചെയ്തിരിക്കണം. ഇനി വേറൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചില കേസിൽ പറയും എഗ്രിമെൻറ്റ് മസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഉള്ളൂ ആ എഗ്രിമെൻറ്റിന് വാലിഡിറ്റി ഉള്ളൂ. അങ്ങനെയുള്ള കേസിലും അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണോ അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ആ ടേംസ് ആൻഡ് കണ്ടീഷൻ കൃത്യമായി ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ഉള്ളൂ ആ എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് വാലിഡ് ആവുന്നുള്ളൂ. അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കേസിൽ അതിൻ്റെ ടൈറ്റിൽ ഡീഡ് രജിസ്റ്റർ ചെയ്യണം. അതായത് ഇപ്പോൾ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, ലാൻഡ് സെല് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബിൽഡിംഗ് സെല് ചെയ്യുമ്പോഴോ അങ്ങനെയുള്ള കേസിലൊക്കെ അത് രജിസ്റ്റർ ചെയ്യണം. അപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്യണമെന്ന് ഒരു റൂൾ ഉള്ളത് കൊണ്ട് തന്നെ അത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് വാലിഡ് ആവുന്നില്ല. അപ്പോൾ അങ്ങനെ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷൻസ് കൃത്യമായി പാലിച്ചാൽ മാത്രമേ ഉള്ളൂ ആ കോൺട്രാക്റ്റ് ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആവുള്ളൂ. നെക്സ്റ്റ് വൺ സെർട്ടനിറ്റി ഓഫ് മീനിങ്. നമ്മുടെ ഫോർത്ത് പോയിന്റ് ആണ്, ഫോർത്ത് എസെൻഷ്യൽ എലമെൻ്റ് ആണ് സെർട്ടനിറ്റി ഓഫ് മീനിങ്. അതായത് നമ്മളൊരു കോൺട്രാക്റ്റ് വയ്ക്കുമ്പോൾ ആ കോൺട്രാക്റ്റിലെ അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് വയ്ക്കുമ്പോൾ ആ എഗ്രിമെൻറ്റിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം കൃത്യമായിരിക്കണം. നമുക്ക് സെർട്ടൻ ആയിട്ട് കൃത്യമായിട്ട് മനസ്സിലാകാവുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിരിക്കണം. ഒരു വേഗമായിരിക്കരുത്. അതായത് അത് വായിച്ചാലും നമ്മൾക്ക് അതിൽ എന്താണ് പറഞ്ഞേക്കുന്നതെന്ന് മനസ്സിലാവില്ല, അല്ലെങ്കിൽ അതിൽ മെൻഷൻ ചെയ്തേക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെയുള്ളൊരു വേഗമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിരിക്കരുത് നമ്മളുടെ എഗ്രിമെൻറ്റിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ഒരാളുടെ അടുത്ത് പറയുന്നു ഞാൻ നിങ്ങളുടെ കയ്യിലുള്ള ബുക്സ് മേടിച്ചോളാം, അതിന് നല്ല വില തരാം. ഓക്കെ, ഈ നല്ല വില എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല വില ഇപ്പോൾ ഞാൻ ചിലപ്പോൾ നല്ല വിലയെന്ന് പറയുന്നത് 200 രൂപയായിരിക്കും. പക്ഷേ ആ കേൾക്കുന്ന ആൾ നല്ല വിലയെന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ 5000 രൂപയായിരിക്കും. അപ്പോൾ അതിൽ എത്ര രൂപയാണ് അതിൻ്റെ വിലയെന്ന് കൃത്യമായിട്ട് ആ എഗ്രിമെൻറ്റിൽ പറയുന്നില്ല. നല്ല വിലയെന്ന് പറഞ്ഞാൽ പലർക്കും നല്ല വില പലതായിരിക്കും. ഇപ്പോൾ ഒത്തിരി ക്യാഷുള്ള ഭയങ്കര കോടീശ്വരനായ അയാൾക്ക് നല്ല വിലയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5-6 കോടിയൊക്കെ ആയിരിക്കും. പക്ഷേ തീരെ പാവപ്പെട്ടവർക്ക് ചിലപ്പോൾ 50 രൂപ 100 രൂപയൊക്കെ നല്ല വിലയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കത് ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കില്ല. കാരണം എന്താണ്? അതിൽ ആ ടേംസ് കറക്റ്റ് അല്ല. നല്ല വില എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ സാധിക്കില്ല. ഇനി വേറൊരു എക്സാമ്പിൾ, എ ബിയുടെ അടുത്ത് പറയുന്നു ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഓയിൽ സെല്ല് ചെയ്യാം. ഓക്കെ, അതും നമ്മളുടെ ഒരു വാലിഡ് കോൺട്രാക്റ്റ് അല്ല. കാരണം ഓയിൽ എന്ന് പറഞ്ഞത് ഏത് ടൈപ്പ് ഓയിലാണെന്ന് അതിൽ പറയുന്നില്ല. ഓയിൽ പലതരത്തിലുള്ള ഓയിൽ ഉണ്ടല്ലോ. ഇപ്പോൾ വിളക്ക് കത്തിക്കുന്ന എണ്ണയുണ്ട്, അല്ലെങ്കിൽ വെളിച്ചെണ്ണയുണ്ട്, പാം ഓയിലുണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓയിലുണ്ട്. അതിൽ ഏത് ഓയിലാണെന്ന് പറയുന്നില്ല. ഞാൻ ഓയിൽ സെല്ല് ചെയ്യാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ അതിൽ ടേംസ് അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സെർട്ടൺ അല്ല. അതുകൊണ്ട് തന്നെ അത് വാലിഡ് ആവുന്നില്ല. നെക്സ്റ്റ് വൺ, പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ഓഫ് ആൻ എഗ്രിമെൻറ്റ്. നമ്മൾ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം, അത് പെർഫോം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ എഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ടേംസ് വന്നേക്കുന്നത് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളായിരിക്കണം. ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും എഗ്രിമെൻറ്റ് വെച്ചാൽ ആ എഗ്രിമെൻറ്റ് വാലിഡ് അല്ല. ഇപ്പോൾ എക്സാമ്പിൾ, എ ബിയുടെ അടുത്ത് പറയുന്നു എനിക്കൊരു 50,000 രൂപ തരുവാണെങ്കിൽ ഞാൻ നിധി കണ്ടുപിടിച്ച് തരാം. നിധി എവിടെ നിന്ന് കണ്ടുപിടിക്കും, എങ്ങനെ കണ്ടുപിടിക്കും? സോ അതൊരു നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ അത് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു എഗ്രിമെൻ്റ് അല്ല. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്കൊരു 1,00,000 രൂപ തരുവാണെങ്കിൽ ഞാൻ ചന്ദ്രനെ പിടിച്ചു തരാം. അങ്ങനെ ഒരാളുടെ അടുത്ത് ഞാൻ പറയുകയാണ് എനിക്കൊരു 1,00,000 രൂപ വന്നാൽ മതി, ഞാൻ ചന്ദ്രനെ പിടിച്ച് നാളെ നിങ്ങൾക്ക് കൊണ്ട് തന്നിരിക്കും. അത് പോസിബിളായ കാര്യമാണോ? നടക്കാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. അപ്പോൾ അങ്ങനെയുള്ള എഗ്രിമെൻറ്റ്സ് ഒന്നും നല്ല എഗ്രിമെൻ്റ് അല്ല, അതായത് വാലിഡ് എഗ്രിമെൻ്റ് അല്ല. നമ്മൾക്ക് എഗ്രിമെൻറ്റ് വയ്ക്കുമ്പോൾ അത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം, എന്നാൽ മാത്രമേ അത് എൻഫോഴ്സിബിൾ ബൈ ലോ ആവുന്നുള്ളൂ. നെക്സ്റ്റ് വൺ, ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ വെക്കുമ്പോൾ ഒരാൾ ഓഫർ കൊടുക്കണം, മറ്റേ ആൾ അത് അക്സെപ്റ്റ് ചെയ്തിരിക്കണം. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു എൻ്റെ കയ്യിൽ കുറച്ച് ബുക്സ് ഉണ്ട്, ഞാൻ ആ ബുക്സ് നിങ്ങൾക്ക് സെല്ല് ചെയ്യാം, ഒരു 2000 റുപ്പീസാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 2000 റുപ്പീസിന് ബുക്ക് സെല്ല് ചെയ്യാൻ റെഡിയാണ്, നിങ്ങൾക്ക് ആ ബുക്ക് വേണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയുകയാണ് എനിക്ക് ആ ബുക്ക് വേണ്ട, ആ ബുക്സൊന്നും എനിക്ക് താല്പര്യമില്ല, വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എഗ്രിമെൻറ്റോ കോൺട്രാക്റ്റോ വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എഗ്രിമെൻറ്റ് വരണമെങ്കിൽ എന്താവണം? ഞാൻ നിങ്ങൾക്ക് ബുക്ക് സെല്ല് ചെയ്യാൻ റെഡിയാണ്, 2000 റുപ്പീസാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശരി എനിക്ക് ആ ബുക്സൊക്കെ വേണ്ടതാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ എനിക്ക് അതിൽ കൂടുതൽ വില കൊടുക്കേണ്ടി വരും, സോ ഞാനത് വാങ്ങിക്കാൻ റെഡിയാണ്, 2000 റുപ്പീസിന് ഞാൻ റെഡിയാണ്. അപ്പോൾ എന്താ, ഞാൻ ഓഫർ വെച്ചു, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾക്ക് ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവണമെങ്കിൽ അതിൽ
ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം, അതായത് ഒരു ഓഫറും ഉണ്ടായിരിക്കണം, ഒരു അക്സെപ്റ്റൻസും ഉണ്ടായിരിക്കണം. പിന്നെ ആ ഓഫറും അക്സെപ്റ്റൻസും ലോഫുള്ളായിരിക്കണം, നിയമപരമായ, അതായത് ലോഫുള്ളായ ഓഫറും ലോഫുള്ളായ അക്സെപ്റ്റൻസും ആയിരിക്കണം. എന്നാൽ മാത്രമേ അത് വാലിഡ് ആവുന്നുള്ളൂ. ലോഫുൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന റിക്വയർമെൻറ്റ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യങ്ങൾ ആയിരിക്കണം. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തൊരു ഓഫർ വയ്ക്കുന്നു, ആ ഓഫർ നിയമപരമായ കാര്യമല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്കൊരു 2000 റുപ്പീസ് തരാം, നിങ്ങൾ അവരെ പോയി ഒന്ന് തല്ലിയിട്ട് വരാമോ? അപ്പോൾ ഒരാളെ കാണിച്ചു തന്നിട്ട് അയാളെ പോയി തല്ല, ഞാൻ നിങ്ങൾക്ക് 2000 റുപ്പീസ് തരാം. അതൊരു ലോഫുള്ളായ ഓഫറാണോ? അല്ല. ഇനി അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താലും അത് ലോഫുൾ അക്സെപ്റ്റൻസ് ആണോ? അല്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കരുത്, നമ്മളുടെ ഓഫറും അക്സെപ്റ്റൻസും ലോഫുള്ളായിരിക്കണം. നെക്സ്റ്റ് വൺ, ഫ്രീ കൺസെൻറ്റ്. ഫ്രീ കൺസെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരാൾ പറയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കണം മറ്റേ ആളും എഗ്രിമെൻ്റ് വയ്ക്കുന്ന മറ്റേ പാർട്ടിയും മനസ്സിലാക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, രണ്ടുപേരുടെയും മനസ്സ് തമ്മിൽ ഒരു ചേർച്ച ഉണ്ടാവണം, അതായത് കൺസെൻസസ് ആറ്റ് ഇഡം. നമ്മൾ നേരത്തെ പഠിച്ചതാണ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് എൻ്റെ 3 കാറുള്ളതിൽ ഞാനൊരു കാറ് സെല് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു, നിങ്ങൾ ബൈ ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഇത്ര രൂപയ്ക്ക് 2 lakhs റുപ്പീസിന് ഞാൻ എൻ്റെ കാറ് സെല് ചെയ്യുന്നു, നിങ്ങൾ മേടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് കാറാണ്, പക്ഷേ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് വൈറ്റ് കാറാണ്. അപ്പോൾ വൈറ്റ് കാറാണ് സെല് ചെയ്യുന്നതെന്ന് ഓർത്ത് നിങ്ങൾ ഓക്കെ യെസ് എന്ന് പറയുന്നു. പക്ഷേ നമ്മൾ തീരുമാനിച്ച് തമ്മിൽ, അല്ലാതെ നമ്മൾ എന്താണോ അണ്ടർസ്റ്റാൻഡ് ചെയ്തത് അത് രണ്ടാണ്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഫ്രീ കൺസെൻറ്റ് ഇല്ല എന്ന് പറയും. കാരണം ആ മനസ്സുകൾ തമ്മിലൊരു പൊരുത്തമില്ല. ഞാൻ ഉദ്ദേശിച്ച വേറെയാണ്, നിങ്ങൾ ആ എഗ്രിമെൻറ്റിന് സമ്മതിക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചേക്കുന്ന കാര്യങ്ങൾ വേറെയാണ്. പിന്നെ ഇനി കൺസെൻറ്റ് കൊടുക്കുമ്പോൾ ആ കൺസെൻറ്റ് ഫ്രീ കൺസെൻറ്റ് ആയിരിക്കണം. അതായത് എന്തെങ്കിലും അടിച്ചിടിച്ചൊക്കെ സമ്മതിപ്പിക്കുകയോ അങ്ങനെ ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് സമ്മതിക്കുകയോ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തി നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ കൊന്നുകളയും അങ്ങനെയൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കൺസെൻറ്റ് ആയിരിക്കരുത്, ഫ്രീ കൺസെൻറ്റ് ആയിരിക്കണം. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, മര്യാദയ്ക്ക് എനിക്ക് 5000 റുപ്പീസ് തരണം, 5000 റുപ്പീസ് എനിക്ക് ഇപ്പം തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കാല് തല്ലി ഓടിക്കും. അപ്പം അങ്ങനെ പറഞ്ഞാൽ എന്താണ്, നിങ്ങളെ പേടിപ്പിച്ച് ഞാൻ ആ കാര്യം നടത്തിക്കുവാണ്. അപ്പം അങ്ങനെയുള്ള കേസും ആവരുത്, കൺസെൻറ്റ് എപ്പോഴും ഫ്രീ കൺസെൻ്റ് ആയിരിക്കണം. അങ്ങനെ പേടിപ്പിച്ച് ചെയ്യുന്ന കേസാണെങ്കിൽ അത് ആരാണോ ആ പേടിപ്പിക്കപ്പെട്ട് കൺസെൻറ്റ് കൊടുത്തത്, ഇപ്പം നിങ്ങളെ ഞാൻ പേടിപ്പിച്ചു, അപ്പോൾ നിങ്ങൾ അതിൽ പേടിച്ചിട്ട് നിങ്ങൾ കൺസെൻറ്റ് തരുവാണെങ്കിൽ നിങ്ങൾക്ക് ആ കോൺട്രാക്റ്റ് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുക, അത് ക്യാൻസൽ ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് ഉണ്ട്. നിങ്ങൾ പറയുവാണ് ഞാൻ എന്നെ പേടിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ കൺസെൻറ്റ് കൊടുത്തത്, അല്ലെങ്കിൽ ഞാൻ കൊടുക്കൂലായിരുന്നു എന്ന് പറഞ്ഞാൽ ആ കോൺട്രാക്റ്റ് വോയിഡായി പോകും, കോൺട്രാക്റ്റ് നിലനിൽക്കാതെ ആയിപ്പോൾ. അതുകൊണ്ട് എനിക്ക് കോൺട്രാക്റ്റ് ചെയ്യാൻ താല്പര്യമില്ല, എന്നെ പേടിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ സമ്മതിച്ചതെന്ന് പറഞ്ഞാൽ ആ കോൺട്രാക്റ്റ് നിലനിൽക്കാത്ത കോൺട്രാക്റ്റ് ആയിപ്പോവും, എൻഫോഴ്സിബിൾ ബൈ ലോ അല്ലാതെ. ഇനി എന്തെങ്കിലും മിസ്റ്റേക്കിൻ്റെ പുറത്താണ് രണ്ടുപേരും കൂടെ, അതിൽ 2 പാർട്ടിക്കും ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി, ഒരു മിസ്റ്റേക്കിൻ്റെ ബേസിസിലാണ് ഇവർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തത്, പിന്നെയാണ് അവർക്ക് മനസ്സിലാവുന്നത് അത് 2 പേർക്കും പറ്റിയൊരു മിസ്റ്റേക്കാണ്. അങ്ങനെയുള്ള കേസിലും ആ കോൺട്രാക്റ്റ് വാലിഡ് കോൺട്രാക്റ്റ് അല്ല, അത് വോയിഡാണ് ആ കോൺട്രാക്റ്റ്. അതായത് ലീഗലി നിലനിൽക്കുന്ന വാലിഡായ ഒരു കോൺട്രാക്റ്റ് അല്ല, ഇറ്റ്സ് എ വോയിഡ് കോൺട്രാക്റ്റ്. അതിനിപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരാളെ പേടിപ്പിച്ചിട്ട് 2000 രൂപ തന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കയറി ഞാൻ ബഹളം വയ്ക്കും. അപ്പം അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്നു. അപ്പോൾ ഇയാൾ പേടിച്ചിട്ട് അല്ലെങ്കിൽ 2000 രൂപ കൊടുത്തില്ലെങ്കിൽ വീട്ടിൽ കയറി ബഹളം വയ്ക്കുമല്ലോ എന്ന് പേടിച്ച് 2000 രൂപ ഞാൻ തന്നേക്കാമെന്ന് സമ്മതിക്കുന്നു. ആ കൺസെൻറ്റ് ഫ്രീ കൺസെൻ്റ് ആണോ? അല്ല. അങ്ങനെയുള്ള കേസിലും ആ കോൺട്രാക്റ്റ് വാലിഡ് അല്ല. അപ്പോൾ ആരെയാണോ പേടിപ്പിച്ച്, ഇപ്പം ഞാൻ പൈസ തരണം എന്ന് പറഞ്ഞാൽ പേടിച്ച് പൈസ തരാമെന്ന് സമ്മതിച്ച ആൾക്ക് വേണമെങ്കിൽ ആ കോൺട്രാക്റ്റ് വോയിഡ് ആക്കാനായിട്ട് സാധിക്കും, വാലിഡ് കോൺട്രാക്റ്റിൽ നിന്ന് മാറ്റി വോയിഡ് ആക്കാൻ സാധിക്കും. കാരണം എന്താണ്, അയാളെ പേടിപ്പിച്ചാണ് അതിനെ സമ്മതിപ്പിച്ചത്. നെക്സ്റ്റ് വൺ വരുന്നത് കപ്പാസിറ്റി ഓഫ് ദ പാർട്ടീസ്. ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന പാർട്ടീസിന്, അതിൽ ആ കോൺട്രാക്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന പാർട്ടീസ് ആ കോൺട്രാക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് ഉണ്ടായിരിക്കണം. അതായത് ലീഗൽ എബിലിറ്റി ഉണ്ടായിരിക്കണം. കപ്പാസിറ്റി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ലീഗൽ എബിലിറ്റി ഉണ്ടായിരിക്കണം. സെക്ഷൻ 11 ഓഫ് ദ കോൺട്രാക്റ്റ് ആക്ട് ആണ് കപ്പാസിറ്റി ഓഫ് ദ പാർട്ടീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 11 അനുസരിച്ച് ഫസ്റ്റ് വൺ വരുന്നത് ഏജ് ഓഫ് മെച്യൂരിറ്റി. ഈസ് ഓഫ് ദ അതിൽ പാർട്ടീസ് മെച്യൂർഡ് ആയിരിക്കണം, 18 years ഓഫ് ഏജ് കംപ്ലീറ്റഡ് ആയിരിക്കണം ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന പാർട്ടീസിന്. ഇനി അതായത് നമ്മൾക്ക് പിള്ളേരുടെ അടുത്ത്, ചെറിയ കുട്ടികളുടെ അടുത്ത്, 18 yearsൽ താഴെയുള്ള കുട്ടികളുടെ അടുത്തൊന്നും എഗ്രിമെൻറ്റ് വച്ചാൽ ആ എഗ്രിമെൻറ്റ് വാലിഡ് അല്ല.
ഇപ്പോൾ എക്സാമ്പിൾ മിസ്റ്റർ എ ഒരു 8 വയസ്സുള്ള ഒരു കുട്ടിയുടെ പേരിൽ കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പം മിസ്റ്റർ എ ചെന്ന് ആ കുട്ടിയെടുത്ത് പറയുകയാണ്, ഈ പ്രോപ്പർട്ടിയൊക്കെ എനിക്ക് എഴുതി തന്നേക്കും, നമുക്ക് എഗ്രിമെൻറ്റ് വയ്ക്കാം. ഇവർ രണ്ടുപേരും കൂടെ എഗ്രിമെൻറ്റ് വയ്ക്കുന്നു. അപ്പോൾ ഈ കുട്ടിക്ക് ശരിക്കും അറിയില്ല ഈ എഗ്രിമെൻറ്റ് എന്താണെന്നോ, എഗ്രിമെൻറ്റിൽ ഒപ്പിട്ട് കൊടുത്താൽ ഈ പ്രോപ്പർട്ടിക്ക് എന്ത് പറ്റുമെന്നോ, അതിൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടിയുടെ വാല്യൂ എന്താണെന്നോ അങ്ങനെയൊന്നും ആ കുട്ടിക്ക് അറിയില്ല. അപ്പോൾ ആ കുട്ടി പറഞ്ഞു ശരി തന്നേക്കാമെന്ന് പറഞ്ഞ് ഇവർ കളിക്കുന്നതിനിടയ്ക്ക് അല്ലെങ്കിൽ ഇവർ കമ്പനിയായിട്ട് നിന്നിട്ട് മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ആ കൊച്ച് ശരി തന്നേക്കാന്ന് പറഞ്ഞ് എഗ്രിമെൻറ്റ് വെച്ചാൽ ആ എഗ്രിമെൻറ്റ് വാലിഡ് ആണോ? അല്ല. കാരണം എന്താണ്? ആ കൊച്ച് മെച്യൂർ ആയിട്ടില്ല, അതൊരു മൈനറാണ്. മൈനറായിട്ട് വയ്ക്കുന്ന എഗ്രിമെൻറ്റ് വാലിഡ് എഗ്രിമെൻ്റ് അല്ല. നെക്സ്റ്റ് വൺ വരുന്നത് ആ പേഴ്സൺ സൗണ്ട് മൈൻഡ് ഉള്ള പേഴ്സൺ ആയിരിക്കണം. അതായത് ഇപ്പം മന്ദബുദ്ധികളായ ആളുകൾ, ബുദ്ധി വളർച്ച കറക്റ്റായിട്ട് എത്താത്ത ആളുകളായിരിക്കരുത്. ഇനി അതല്ലാതെ എന്തെങ്കിലും ലുനാറ്റിക് ആയിട്ടുള്ള ആളുകൾ, അതായത് ഭ്രാന്തുള്ള ആളുകളോ അല്ലെങ്കിൽ ബുദ്ധിഭ്രമമുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇപ്പം മദ്യപിച്ച് ബോധമില്ലാതിരിക്കുന്ന ആളുകൾ. അപ്പം അങ്ങനെയുള്ള ആളുകളെന്ന് പറഞ്ഞാൽ സാധാരണ നല്ലൊരു മൈൻഡോടുകൂടി, ഒരു സൗണ്ട് മൈൻഡോടുകൂടി ഇരിക്കുന്ന ആളുകളല്ല അവർ. അവർ ചെയ്യുന്ന ആക്ടിവിറ്റി എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ഒരു എഗ്രിമെൻറ്റ് വെള്ളം അടിച്ച് ബോധമില്ലാതെ, മദ്യപിച്ച് ബോധമില്ലാതിരിക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ കൊണ്ടൊരു എഗ്രിമെൻറ്റ് കൊടുത്തിട്ട് ഈ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടേക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ ഒപ്പിട്ട് തരും. പക്ഷേ ആ എഗ്രിമെൻ്റ് എന്താണെന്നോ, അതിൽ അയാൾ ഒപ്പിട്ടാൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസ് എന്താണ്, അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്നൊന്നും ഇയാൾക്ക് മനസ്സിലാക്കാനുള്ള ബോധമില്ല ആ സമയത്ത്. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾ വയ്ക്കുന്ന എഗ്രിമെൻറ്റൊക്കെ നമ്മളുടെ കറക്റ്റ് വാലിഡ് എഗ്രിമെൻ്റ് അല്ല. അപ്പോൾ എഗ്രിമെൻറ്റ് വയ്ക്കുന്ന ആളെപ്പോഴും സൗണ്ട് മൈൻഡ് ആയിരിക്കണം. ഇനി തേർഡ് റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഏതെങ്കിലും ലോ അയാളെ അത് ചെയ്യുന്നതിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്ത ആളായിരിക്കരുത്. അപ്പോൾ ലോ പല ആളുകളെ പല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഏതെങ്കിലും കേസിലൊക്കെ ആകപ്പെട്ട് ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ, അപ്പോൾ അവർ എന്തെങ്കിലും എഗ്രിമെൻറ്റ് വയ്ക്കണമെങ്കിൽ അതിൻ്റേതായ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ലോ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ആ റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ഉള്ളൂ അവർക്ക് എഗ്രിമെൻറ്റ് വയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ അല്ലാത്ത കേസിൽ നമ്മൾ അവരായിട്ടൊരു എഗ്രിമെൻറ്റ് വെച്ചാൽ അത് വാലിഡ് അല്ല. പിന്നെ ഏലിയൻ എനിമീസായിട്ട് നമ്മൾ വയ്ക്കുന്ന എഗ്രിമെൻറ്റ്സ്, വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഏലിയൻ എനിമി എന്ന് പറഞ്ഞാൽ നമ്മളുടെ രാജ്യം വേറെ ഏതെങ്കിലും ഒരു രാജ്യമായിട്ട് യുദ്ധം ഡിക്ലെയർ ചെയ്തിരിക്കുന്ന സമയമാണെന്ന് വിചാരിക്കുക. യുദ്ധം നടക്കുന്ന സമയം അല്ലെങ്കിൽ യുദ്ധം ഡിക്ലെയർ ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ ആ രാജ്യത്തെ ഒരാളെ ആണ് ഏലിയൻ എനിമി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ രാജ്യത്തുള്ള ഒരാളായിട്ട് നമ്മളൊരു എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാലിഡ് എഗ്രിമെൻ്റ് അല്ല. ഇപ്പോൾ എക്സാമ്പിൾ ഇന്ത്യ പാകിസ്ഥാനായിട്ട് ഏതെങ്കിലും സമയത്ത് യുദ്ധം ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ നമ്മൾ പാകിസ്ഥാനിലെ ഒരാളായിട്ട് ഒരു എഗ്രിമെൻറ്റ് വയ്ക്കുന്നു. അപ്പോൾ അത് വാലിഡ് അല്ല, ആ എഗ്രിമെൻറ്റ് വാലിഡ് അല്ല, ആ കോൺട്രാക്റ്റ് വാലിഡ് അല്ല. കാരണം എന്താണ്? അയാൾ നമ്മളുടെ ഏലിയൻ എനിമിയാണ്. അപ്പോൾ കപ്പാസിറ്റി ഓഫ് ദ പാർട്ടീസിൽ 3 പോയിൻറ്റ്സ് ആണ് വരുന്നത്. മെച്യൂർ ആയിരിക്കണം, അതായത് 18 years ഓഫ് ഏജ് ആയിരിക്കണം, ആൾ സൗണ്ട് മൈൻഡ് ആയിരിക്കണം. പിന്നെ ഏതെങ്കിലും ലോ അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. എഗ്രിമെൻറ്റ് വയ്ക്കുന്നതിൽ നിന്നും ലോ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. ഇങ്ങനെയുള്ള 3 കേസിൽ ഏതെങ്കിലും റൂള് വയലേറ്റ് ആവുകയാണെങ്കിൽ ആ എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് വാലിഡ് കോൺട്രാക്റ്റ് ആവില്ല. നെക്സ്റ്റ് കേസ് കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. കൺസിഡറേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ്? സംതിങ് ഇൻ റിട്ടേൺ, അതായത് ക്വിഡ് പ്രോ ക്വോ, നമ്മളുടെ ലീഗൽ ടേം അനുസരിച്ച് സംതിങ് ഇൻ റിട്ടേൺ. ഒരു എഗ്രിമെൻറ്റിൽ 2 പാർട്ടീസിനും എന്തെങ്കിലും റിട്ടേൺ ആയിട്ട് കിട്ടണം. ചിലപ്പോൾ അത് ക്യാഷ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും റൈറ്റ് എന്തെങ്കിലും ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഇവർക്ക് സംതിങ് ഇൻ റിട്ടേൺ കിട്ടണം, എന്നാലേ അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആവുന്നുള്ളൂ. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു പ്രോമിസ് കൊടുക്കുമ്പോൾ, ഇപ്പം എൻ്റെ കയ്യിലുള്ള എന്തെങ്കിലും ഗുഡ്സ് നിങ്ങൾ മേടിക്കാമോ? അപ്പോൾ നമ്മളൊരു ഓഫർ കൊടുക്കുന്നു, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ ശരി മേടിച്ചേക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് ബുക്സ് ഉണ്ട്, 1000 rupees നിങ്ങൾ മേടിക്കാമോ എന്ന് ചോദിക്കുന്നു. നിങ്ങൾ ഓക്കെ 1000 rupees വാങ്ങിക്കാൻ ഞങ്ങൾ റെഡിയാണെന്ന് പറയുന്നു. അപ്പോൾ ഒരു പ്രോമിസ് കൊടുത്തു. ആ പ്രോമിസ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ കൊടുക്കുന്നൊരു പ്രൈസാണ് ആ കൺസിഡറേഷൻ. അപ്പോൾ ആ കേസിൽ ഞാൻ നിങ്ങൾക്ക് ബുക്ക് തരും, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ബുക്ക് കിട്ടും. നിങ്ങൾ എനിക്ക് ക്യാഷ് തരും, സോ എനിക്ക് ക്യാഷ് കിട്ടും. 2 പാർട്ടീസിനും ആ എഗ്രിമെൻ്റ് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഒരു എഗ്രിമെൻറ്റിൽ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ എന്തെങ്കിലും റിട്ടേൺ ഉണ്ടായിരിക്കണം, കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ആ കോൺട്രാക്റ്റ് ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആവുള്ളൂ. ഇനി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി മാത്രമല്ല കൺസിഡറേഷൻ വരുന്നത്, ചിലപ്പോൾ എന്തെങ്കിലും ആക്ട് ചെയ്യാൻ വേണ്ടി, അതായത് എൻ്റെ ബുക്ക് നിങ്ങൾ മേടിക്കാൻ വേണ്ടി, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനും കൺസിഡറേഷൻ വരാം. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയും വരാം. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിക്കുന്നു, ക്യാഷ് വാങ്ങിച്ചിട്ട് ഞാനത് കഴിഞ്ഞ് പിന്നെ ക്യാഷ് തിരിച്ചു ചോദിച്ചിട്ട് നിങ്ങൾ തരുന്നില്ല.
അപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു, നിങ്ങൾ പൈസ തരുന്നില്ലല്ലോ, ഞാൻ കേസ് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾ പറയണം, അല്ല കേസ് കൊടുക്കല്ലേ, എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ലാത്തത് കൊണ്ടാണ്, ഞാൻ പൈസ തന്നേക്കാം, ഒരു മാസത്തിനുള്ളിൽ ഞാൻ തരാം. അപ്പോൾ പൈസ തരാം, ഇപ്പോൾ ഞാൻ വാങ്ങിച്ചത് 5000 റുപ്പീസ് അല്ലേ, അപ്പോൾ ഞാൻ 1000 റുപ്പീസും കൂടെ ചേർത്തിട്ട് 6000 റുപ്പീസ് ഞാൻ തരാം. അപ്പോൾ ഇപ്പോൾ കേസ് കൊടുക്കരുത്. അപ്പോൾ നിങ്ങൾ എനിക്കത് ഓഫർ ചെയ്ത് എന്തിനാണ്? ആ ഒരു ഓഫർ നിങ്ങൾ വെച്ചത് എന്തിനാണ്? ഞാൻ ഒന്നും ചെയ്യാൻ വേണ്ടിയല്ല, ഞാൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്, ഞാൻ ലീഗൽ കേസായിട്ട് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എനിക്ക് ഒരു പ്രോമിസ് വെച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രോമിസ് വയ്ക്കുന്നത് ഒന്നുകിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയുമാവാം. അപ്പം അങ്ങനെ അതിൽ വരുന്നൊരു എമൗണ്ട്, അതിന് കൺസിഡറേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് ഇൻ റിട്ടേൺ, അതിനാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ എ ബിയോട് എയുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ട്, അപ്പോൾ അത് 100 രൂപയ്ക്ക് സെല്ല് ചെയ്തേക്കാന്ന് പറയുന്നു. അപ്പോൾ ഈ എക്സാമ്പിളിൽ കൺസിഡറേഷൻ എന്താണ്? ഒരാൾക്ക് കിട്ടുന്നത് ബുക്ക് കിട്ടും, മറ്റേ ആൾക്ക് 100 രൂപ കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ കൺസിഡറേഷനായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ വരുന്നത് ലോഫുൾ കൺസിഡറേഷൻ ആൻഡ് ഒബ്ജക്റ്റ്. നമ്മളിപ്പോൾ പറഞ്ഞു കൺസിഡറേഷൻ വേണമെന്ന് പറഞ്ഞു ഒരു എഗ്രിമെൻറ്റിൽ. ആ കൺസിഡറേഷൻ ലോഫുൾ ആയിരിക്കണം, നിയമപരമായ ഒരു കൺസിഡറേഷൻ ആയിരിക്കണം. ലോഫുൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരാൾ ഒരു കുട്ടിയുടെ അടുത്ത് പറയുന്നു, ഞാൻ നിനക്ക് 1000 രൂപ തരാം. 1000 രൂപ തരുമ്പോൾ നീ അതിന് ചെയ്യേണ്ടത് എന്തെങ്കിലും ലിക്കർ നീ എന്തെങ്കിലും ഡെലിവർ ചെയ്യണം, അല്ലെങ്കിൽ ലിക്കർ ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കണം. ലിക്കർ ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കുമ്പോൾ ഞാൻ നിനക്ക് 100 രൂപ തരാം, അല്ലെങ്കിൽ നീ കുറച്ച് ലിക്കർ എനിക്ക് കൊണ്ടെത്താം, ഞാൻ നിനക്ക് അപ്പോൾ 100 രൂപ തരാം. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊരു ലോഫുൾ ഒബ്ജക്റ്റ് ആണോ? അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ലോഫുൾ അല്ല, ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന കാര്യം, അതിൽ ആ കോൺട്രാക്റ്റിന് മെൻഷൻ ചെയ്ത കാര്യം ലോഫുൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ആ കോൺട്രാക്റ്റ് വാലിഡ് ആവുന്നില്ല. സെക്ഷൻ 23 ആണ് ലോഫുൾ കൺസിഡറേഷൻ ലോഫുൾ ഒബ്ജക്റ്റിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 23 എന്താ പറയുന്നത്? നമ്മൾ കൺസിഡറേഷൻ ആൻഡ് ഒബ്ജക്റ്റ് വരുന്നത് നമ്മളുടെ നിയമത്തിൽ എന്തെങ്കിലും നിയമം പ്രൊഹിബിറ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ ആയിരിക്കരുത്. നമ്മളുടെ കൺസിഡറേഷനോ ഒബ്ജക്റ്റോ നിയമം പ്രൊഹിബിറ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങളായിരിക്കരുത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റിക്ക് വേണ്ടി, ഒരു തട്ടിപ്പിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ചതിക്ക് വേണ്ടി, അല്ലെങ്കിൽ ആരെങ്കിലും ഉപദ്രവിക്കാനോ കൊല്ലാനോ അങ്ങനെയുള്ള കാര്യത്തിന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പബ്ലിക് പോളിസിക്ക് എതിരായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ആവരുത് നമ്മൾ എഗ്രിമെൻറ്റ് വയ്ക്കുന്നത്. അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾക്കാണ് നമ്മൾ എഗ്രിമെൻറ്റ് വയ്ക്കുന്നതെങ്കിൽ, നമ്മളുടെ കൺസിഡറേഷൻ അതിൻ്റെ പാർട്ടായിട്ടാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, നിയമം അത് പറ്റില്ല എന്ന്, നിയമത്തിൽ തെറ്റാണെന്ന് മെൻഷൻ ചെയ്തേക്കുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ആണെങ്കിൽ നമ്മളുടെ എഗ്രിമെൻറ്റ് വാലിഡ് അല്ല, എഗ്രിമെൻറ്റ് വോയിഡാണ്. ആ എഗ്രിമെൻറ്റ് ക്യാൻസലായി പോവും, അതൊരു വാലിഡ് എഗ്രിമെൻറ്റ് ആവില്ല. ഇനി നെക്സ്റ്റ് പോയിന്റ് വരുന്നത് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ടു ബി വോയിഡ്. നമ്മളിപ്പോൾ 10 പോയിന്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഈ ലോഫുൾ കൺസിഡറേഷൻ ആൻഡ് ഒബ്ജക്റ്റിന് വേണമെങ്കിൽ ഒരു എക്സാമ്പിളും കൂടെ പറയാം. ഇപ്പോൾ ഒരു ഹൗസ് ഓണർ ഒരാൾക്ക് വീട് വാടകയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ ഹൗസ് ഓണർക്ക് അറിയാം ഈ വീട് വാടകയ്ക്ക് എടുത്ത ആൾ അവിടെ ഡ്രഗ്സ് അല്ലെങ്കിൽ ആൽക്കഹോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനോ അതിനു വേണ്ടിയാണ് അയാൾ ഈ വീട് വാടകയ്ക്ക് എടുത്തത്. അപ്പോൾ ഡ്രഗ്സൊക്കെ വീട്ടിൽ സൂക്ഷിക്കുക, അത് ആളുകൾക്ക് വിൽക്കുക എന്നൊക്കെ പറയുന്നത് ലോഫുള്ളാണോ? അല്ല, അതൊരു ലോഫുള്ളായ ഒബ്ജക്റ്റീവ് അല്ല, ഒരു ലോഫുള്ളായ കാര്യത്തിന് വേണ്ടിയല്ല എടുത്തേക്കുന്നത്. ഹൗസ് ഓണർക്ക് അറിയാം ഇയാൾ ഇതിന് വേണ്ടിയാണ് വീട് വാടകയ്ക്ക് എടുത്തതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഹൗസ് ഓണർ ഇയാൾക്ക് വീട് വാടകയ്ക്ക് കൊടുക്കുന്നു. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇയാൾ റെൻറ്റ് കൊടുക്കുന്നില്ല. അപ്പോൾ ഹൗസ് ഓണർക്ക് ഇയാൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം ആ വീട് വാടകയ്ക്ക് കൊടുത്ത സമയത്ത് തന്നെ ഹൗസ് ഓണർക്ക് അറിയായിരുന്നു അയാൾ അവിടെ ചെയ്യാൻ പോകുന്നത് ഡ്രഗ്സിൻ്റെ ബിസിനസ്സാണ്, അപ്പോൾ അതൊരു ലോഫുള്ളായ കാര്യമല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹൗസ് ഓണർ വീട് വാടകയ്ക്ക് കൊടുത്തത്. അതുകൊണ്ട് ഹൗസ് ഓണർക്ക് റെൻറ്റ് തരുന്നില്ല എന്നും പറഞ്ഞ് അയാൾക്കെതിരെ കേസ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഇനി നമ്മളുടെ ലാസ്റ്റ് പോയിന്റ് 11th പോയിന്റ് വരുന്നത് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ടു ബി വോയിഡ്. അതായത് ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇല്ലീഗലായ കാര്യത്തിന് അല്ലെങ്കിൽ നടക്കാത്ത കാര്യത്തിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ എഗ്രിമെൻറ്റ് വെച്ചേക്കുന്നതെങ്കിൽ, നിയമം പ്രൊഹിബിറ്റ് ചെയ്ത ഏതെങ്കിലും കാര്യങ്ങൾ, നിയമത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ എഗ്രിമെൻറ്റ് വെച്ചെങ്കിൽ ആ എഗ്രിമെൻറ്റ് വാലിഡ് അല്ല, ആ എഗ്രിമെൻറ്റ് വോയിഡാണ്. വോയിഡ് എഗ്രിമെൻറ്റിന് ഒരു ലീഗൽ ഇഫക്റ്റും ഇല്ല, അത് ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ കോൺട്രാക്റ്റ് വാലിഡ് കോൺട്രാക്റ്റ് ആവില്ല, നമുക്ക് ലീഗൽ എൻഫോഴ്സിബിലിറ്റി ഇല്ല. അതിന് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാളെ കൊല്ലാൻ വേണ്ടി ഒരു എഗ്രിമെൻറ്റ് വയ്ക്കുന്നു. ഞാൻ നിങ്ങൾക്ക് 1 lakh rupees തരാം, നിങ്ങൾ
ഒരാളെ കാണിച്ചു തന്നിട്ട് പറയുകയാണ്, ഞാനിപ്പോൾ മിസ്റ്റർ എയോട് പറയുകയാണ്, മിസ്റ്റർ ബി എ കൊല്ലുവാണെങ്കിൽ ഞാൻ മിസ്റ്റർ എക്ക് 1 lakh rupees തരാം. അത് ശരിക്കും നിയമത്തിൽ ഇല്ലീഗലായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം നിയമം പ്രൊഹിബിറ്റ് ചെയ്തേക്കുന്നതാണ്, മറ്റൊരാളെ കൊല്ലാൻ നമുക്ക് ഒരു അവകാശവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിയമം പ്രൊഹിബിറ്റ് ചെയ്ത കാര്യമാണ്. അത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എഗ്രിമെൻറ്റ് വയ്ക്കുന്നത്. അപ്പോൾ ആ എഗ്രിമെൻറ്റ് വാലിഡ് ആവുമോ? ഒരിക്കലും വാലിഡ് ആവില്ല. ആ എഗ്രിമെൻറ്റ് വോയിഡ് എഗ്രിമെൻ്റ് ആണ്. സോ അങ്ങനെ എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ടു ബി വോയിഡ് എന്ന് പറഞ്ഞതിൽ അങ്ങനെ നിയമം പ്രൊഹിബിറ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിയമത്തിൽ ചെയ്യരുത് എന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ എഗ്രിമെൻറ്റ് വയ്ക്കുന്നതെങ്കിൽ അതെല്ലാം വോയിഡാണ്. പിന്നെ വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ മിസ്റ്റർ ബിയുടെ പ്രോപ്പർട്ടി ബൈ ചെയ്യാൻ പോകുന്നു എന്ന് വിചാരിക്കാം. ഞാൻ മിസ്റ്റർ എയോട് പറയുകയാണ് ആ പ്രോപ്പർട്ടി ബൈ ചെയ്യേണ്ട, അത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഞാനൊരു 5,000 rupees തരാം. അല്ലെങ്കിൽ ഒരാൾ വേറൊരാളെ കല്യാണം കഴിക്കാൻ പോകുന്നു. ഇപ്പോൾ മിസ് സി എ കല്യാണം കഴിക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ മിസ്റ്റർ എ അടുത്ത് പറയുകയാണ് മിസ് സി എ കല്യാണം കഴിക്കേണ്ട, കല്യാണം കഴിക്കാതിരിക്കുകയാണെങ്കിൽ ഞാനൊരു 10,000 rupees തരാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി, അതൊക്കെ ശരിക്കും നിയമം പ്രൊഹിബിറ്റ് ചെയ്യുന്നതാണ്. നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല, അങ്ങനെ ചെയ്തോളാൻ എഗ്രി ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എഗ്രിമെൻ്റ് എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതൊരു വാലിഡ് കോൺട്രാക്റ്റ് അല്ല, അത് വോയിഡാണ് ആ കോൺട്രാക്റ്റ്, അത് വാലിഡ് എഗ്രിമെൻ്റ് അല്ല. സോ ഇത്രയാണ് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്റ്റ് വരുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ബാക്കി പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു വെരി മച്ച്.